So welcome. Educational Thoughts and Practices in Unit 2 in Part 2 ആണ് starting with the chapter 8 Education and Culture. So what is culture? അപ്പോൾ അതിൻ്റെ ഒരു ടെർമിനോളജി നോക്കുകയാണെങ്കിൽ ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള കൾച്ചറ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൾച്ചർ എന്ന് പറയുന്ന ഇതിൻ്റെ ബേസിക് മീനിങ് ഗുഡ് മാനേഴ്സ് ആൻഡ് ഗുഡ് ടേസ്റ്റ് എന്നുള്ളതാണ്. നല്ല മാനേഴ്സ് ഉണ്ടാവുക, നല്ല ടേസ്റ്റ് ഉണ്ടാവുക. സോ എഡ്വാർഡ് ടൈലർ പറയുന്നത് കൾച്ചർ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ഹോളാണ്. ദാറ്റ് മീൻസ് അതിൽ പല കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ്. ലൈക്ക് നോളേജ്, ബിലീഫ്, നമ്മുടെ അറിവ്, നമ്മുടെ വിശ്വാസം, ആർട്ട്, മോറൽസ്, ലോ, കസ്റ്റംസ് ആൻഡ് ഹാബിറ്റ്സ് വിച്ച് ആർ അക്വയർഡ് ബൈ എ മാൻ, ഒരു മനുഷ്യൻ നേടുന്നത് ആസ് എ മെമ്പർ ഓഫ് ദ സൊസൈറ്റി. അപ്പോൾ കൾച്ചർ എന്ന് പറയുന്നത് ഒരു ടോട്ടൽ ഓഫ് ഹ്യൂമൻ ക്രിയേഷൻസ് ആൻഡ് എക്സ്പീരിയൻസ്, മനുഷ്യനോളം സൃഷ്ടിച്ചുള്ളതും അവൻ്റെ അനുഭവങ്ങളുടെയും ഒരു ആകത്തുകയാണ് കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മെൻ്റൽ ആൻഡ് ഇൻ്റലക്ച്വൽ കാപ്പബിലിറ്റീസ് വരുന്നുണ്ട്, ഇൻ ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ ലൈഫ്, ബോത്ത് മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ ആസ്പെക്ട്സും വരുന്നുണ്ട്. അപ്പോൾ മെറ്റീരിയൽ ആസ്പെക്ട്സ് എന്തൊക്കെയാണ്? നമ്മുടെ ടൂൾസ്, വെപ്പൺസ്, ക്ലോത്തിങ്, ഷെൽട്ടർ, മെഷീൻസ് ആൻഡ് സിസ്റ്റം ഓഫ് ഇൻഡസ്ട്രി. കൾച്ചറിൻ്റെ നോൺ മെറ്റീരിയൽ ആസ്പെക്ട്സ് ആണ് ലാംഗ്വേജ്, ലിറ്ററേച്ചർ, ആർട്ട്, റിലീജിയൻ, മൊറാലിറ്റി, ലോ, ഗവൺമെൻറ്. കൾച്ചർ എന്ന് പറയുന്നത് സോഷ്യൽ ക്വാളിറ്റിയാണ്. നമ്മുടെ ഫിസിക്കൽ, മെൻ്റൽ, എത്തിക്കൽ ആൻഡ് സോഷ്യൽ നീഡ്സിനെയൊക്കെ ഫുൾഫിൽ ചെയ്യുന്ന ഒന്നാണിത്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, അഡാപ്റ്റേഷൻ, ഇൻ്റഗ്രേഷൻ ഇതിൻ്റെ ഫീച്ചേഴ്സ് ആണ്. ഇത് ആസ് എ സോഷ്യൽ ബീങ് മാനിനുള്ള ഒരു പ്രത്യേകതയാണ്. എവിഡൻസ് ഓഫ് സോഷ്യൽ ഹെറിറ്റേജ് ആണ്. ഇത് ഇൻഡിസ്പെൻസിബിൾ ആണ്. ദാറ്റ് മീൻസ് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഗൈഡ് ഫോർ ലൈഫ് ഇൻ സൊസൈറ്റി ആണ്. അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിൻ്റെയോ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെയോ പാറ്റേൺ ഓഫ് ലൈഫ് ഡിസൈഡ് ചെയ്യുന്നതും കൾച്ചറാണ്. നെക്സ്റ്റ് ടോപ്പിക് കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ. കൾച്ചർ, സിവിലൈസേഷൻ ഇതൊരിക്കലും സിനോണിംസ് അല്ല. അത് സിമിലർ മീനിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെയിം സൗണ്ടിങ് ആയിട്ടുള്ള വേർഡ്സ് അല്ല. ഇവർക്ക് സിമിലാരിറ്റീസ് ഉണ്ട്, പക്ഷേ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഇവർ ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ്, ഇൻ്ററാക്റ്റീവ് ആണ്. പരസ്പരം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങളാണ് കൾച്ചറും സിവിലൈസേഷനും. അപ്പം നമുക്ക് ഒന്നിനെ മനസ്സിലാക്കാതെ മറ്റൊന്നിനെ മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ വെബർ പറയുന്നത് സിവിലൈസേഷൻ എന്ന് പറയുന്നത് മെറ്റീരിയൽ ഒബ്ജക്ട്സ് ആൻഡ് മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഏതൊക്കെ മെത്തേഡ്സിലാണ് whatever be the objects that we are producing, എങ്ങനെയാണ് ഇത് യൂട്ടിലൈസ് ചെയ്യുന്നത്, അതിനൊക്കെ സിവിലൈസേഷൻ എന്ന് പറയാം. കൾച്ചർ എന്ന് പറയുന്നത് കൂടുതലായിട്ടും നമ്മുടെ ആശയങ്ങൾ, ഐഡിയൽസ്, വാല്യൂസ്, മൂല്യങ്ങൾ അല്ലെങ്കിൽ ഇമോഷണൽ ആസ്പെക്ട്സ് ഓഫ് എ ഗ്രൂപ്പൊക്കെയാണ് കൺസിഡർ ചെയ്യുന്നത്. സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മീൻസ് വൈൽ കൾച്ചർ ഈസ് ആൻ എൻഡ് ഇൻ ഇറ്റ് സെൽഫ്. നമുക്ക് ഒരു കാര്യം നേടാനുള്ള ഒരു രീതിയാണ് സിവിലൈസേഷൻ എന്ന് പറയുന്നത്. കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? എസെൻസ് ഓഫ് ഹ്യൂമൻ എക്സ്പീരിയൻസ് ആണ്. കൾച്ചർ ഇൻറ്റേർണൽ ആണ്, വേസ് ഓഫ് ലിവിങ് ആൻഡ് തിങ്കിങ് ആണ്. സിവിലൈസേഷൻ എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ ഫാക്ടറാണ്, നമ്മുടെ ഔട്ടർ ലൈഫിനെ ബാധിക്കുന്ന ഒന്നാണ്. സിവിലൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് പാസ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒക്കെ പറ്റും. പക്ഷേ കൾച്ചർ അങ്ങനെ ഈസിലി ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അത് നമ്മൾ മെല്ലെ ഇംബൈബ് ചെയ്തെടുക്കുന്നതാണ്, നമ്മളത് ഉൾക്കൊള്ളുന്ന ഒരു സാധനമാണ്. സിവിലൈസേഷൻ നമുക്ക് ബോറോ ചെയ്യാൻ പറ്റും, പക്ഷേ കൾച്ചർ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ബോറോ ചെയ്യാനായിട്ട് പറ്റില്ല. സിവിലൈസേഷൻ ഈസ് വാട്ട് വി ഹാവ്. നമുക്ക് എന്താണുള്ളത്, ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് എന്താണുള്ളത് അതിനാണ് സിവിലൈസേഷൻ എന്ന് പറയുന്നത്. കൾച്ചർ എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, വാട്ട് വി ആർ എന്നുള്ളതാണ്. ഫീച്ചേഴ്സ് ഓഫ് കൾച്ചർ. കൾച്ചർ ഇസ് കൾച്ചർ എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ആണ്. അതായത് കൾച്ചർ എന്ന് പറയുന്നത് പല പല ഘട്ടങ്ങളായി ശേഖരിക്കപ്പെട്ട് കൂടിക്കൂടി വന്നിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇതൊരു ക്യുമുലേറ്റീവ് എക്സ്പീരിയൻസ്, വിച്ച് മീൻസ് ഒരു പല എക്സ്പീരിയൻസുകളുടെയും ഒരു ടൊട്ടാലിറ്റിയാണ് നമുക്കിത് ക്യുമുലേറ്റീവ് ആയിട്ട് പറയാൻ പറ്റുന്നത്. കൾച്ചർ എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ആണെന്ന് പറയുന്നത് ഒരുപാട് എക്സ്പീരിയൻസ് ആണ്, അതിൻ്റെയൊക്കെ ഒരു ആകത്തുകയാണ് കൾച്ചർ. അപ്പോൾ എല്ലാ ജനറേഷനും അവരുടേതായ കൾച്ചർ ഉണ്ടാവും, അതിനോടൊപ്പം തന്നെ ഒരു പ്രീവിയസ് ജനറേഷൻ്റെ കൾച്ചറും. അപ്പോൾ അതിലേക്ക് പുതിയത് ഇങ്ങനെ ആഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ടോട്ടൽ അക്യുമുലേഷൻ ഓഫ് പാസ്റ്റ് ജനറേഷൻസിനെയാണ് പ്രസൻറ്റ് കൾച്ചർ എന്ന് പറയുന്നത്. നമുക്ക് മുമ്പ് ജീവിച്ച് മരിച്ചിട്ടുള്ള എല്ലാവരുടെയും കൾച്ചർ, അതിൻ്റെയൊക്കെ ഒരു അംശവും അതിനോടൊപ്പം തന്നെ നമ്മുടേതായ ഒരു കൾച്ചർ, ഇതിൻ്റെയൊക്കെ ഒരു ടോട്ടൽ ഇതിനെയാണ് നമ്മൾ കൾച്ചർ എന്ന് പറയുന്നത്. കൾച്ചർ എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ആൻഡ് ട്രാൻസിറ്റീവ് ആണ്. കൾച്ചർ എന്ന് പറയുന്നത് നമ്മൾ പ്രിസർവ് ചെയ്ത് നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന ഒന്നാണ്, നമ്മൾ നെക്സ്റ്റ് ജനറേഷനിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒന്നാണ്. അപ്പോൾ ട്രാൻസ്മിഷൻ ഇല്ലെങ്കിൽ ഹ്യൂമൻ നോളജും ഈ എക്സ്പീരിയൻസസ് എല്ലാം എന്താവും, നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ കൾച്ചർ എന്ന് പറയുന്നത് ഒരു അക്വേർഡ് സോഷ്യൽ ഹെറിറ്റേജ് ആണ്, നമുക്ക് പാരമ്പര്യമായി കിട്ടുന്ന ഒരു സ്വത്താണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് കൾച്ചറിനെ കുറിച്ച് പറയാം. അപ്പോൾ ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ പ്രോഗ്രസ് ഓഫ് മാൻ കൈൻഡ്. അടുത്ത കൾച്ചറിൻ്റെ ഒരു ഫീച്ചറാണ് കൾച്ചർ ഈസ് ഡിഫ്യൂസീവ്. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റൻസ് ഓഫ് കൾച്ചറൽ പാറ്റേൺസ് ഫ്രം അതർ ഗ്രൂപ്പ്സ്. അതായത് മറ്റ് പല ഗ്രൂപ്പ്സിൻ്റെയും കമ്മ്യൂണിറ്റീസിൻ്റെയും ഇപ്പം നമ്മൾ കൊണ്ടുപോകുന്ന പല കൾച്ചറും ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല അത് ഇന്ത്യയിൽ മാത്രം ഉള്ളതാണെന്നല്ലേ. ഇപ്പോൾ വെസ്റ്റേണേഴ്സ് നമ്മൾ റൂൾ ചെയ്തുകൊണ്ട് അവരുടെ പല കൾച്ചറും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവൻ നമ്മൾ ഡ്രസ്സ് ധരിക്കുന്നത് പോലും ഇപ്പോഴത്തെ ഡ്രസ്സല്ല. ഇപ്പോൾ വെസ്റ്റേണേഴ്സ് ഇവിടെ വരുമ്പോൾ സ്ത്രീകളാണെങ്കിലും പുരുഷരാണെങ്കിലും മേൽവസ്ത്രം ധരിക്കുന്നൊരു രീതി വളരെ കുറവായിരുന്നു. അപ്പോൾ അവരുടെ ഒരു കൾച്ചറാണ് എന്ത്,
പൂർണ്ണമായ വസ്ത്രം ധരിക്കുക എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം മറ്റുള്ള ഗ്രൂപ്പിൻ്റെ കൾച്ചറൽ പാറ്റേണും നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. കൾച്ചർ എന്ന് പറയുന്ന ഒരു ജനറേഷനിൽ നിന്നും മറ്റൊരു ജനറേഷനിലേക്കും ഒരു ഗ്രൂപ്പിൽ നിന്ന് മറ്റൊരു ഗ്രൂപ്പിലേക്കും സ്പ്രെഡ് ചെയ്യുന്ന ഒന്നാണ്. കൾച്ചറൽ പാറ്റേൺസ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഡിഫ്യൂഷൻ നടക്കുന്നത് എങ്ങനെ നമ്മൾ കോണ്ടാക്റ്റിൽ വരുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് നമ്മളിപ്പം വെസ്റ്റേൺ കൾച്ചറായിട്ട് ഒരു കോണ്ടാക്റ്റ് നമുക്ക് വന്നു ത്രൂ കൊളനൈസേഷൻ. അപ്പോൾ നമ്മൾ അവരുടെ കൾച്ചറായി കുറച്ചുകൂടെ നമ്മുടെ ഇതിലേക്കും കൂടെ വന്നിട്ടുണ്ട്, നമ്മുടെ കൾച്ചർ കുറച്ച് അവർക്കും വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ വരുന്ന തടസ്സങ്ങൾ ബാരിയേഴ്സ് എന്ന് പറയുന്നതാണ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ്, ആരെങ്കിലും താല്പര്യങ്ങൾ, കൾച്ചർ ഇൻ ഏഷ്യ, നമുക്ക് മറ്റൊരു കൾച്ചറിനോടുള്ള അവമതിപ്പ്, ഐസൊലേഷൻ, ഫിയർ ഓഫ് ചേഞ്ച്, ഇതൊക്കെ ഇതിൽ വരുന്ന തടസ്സങ്ങളാണ്, സൃഷ്ടിക്കപ്പെടുന്ന തടസ്സങ്ങളാണ്. കൾച്ചർ ഈസ് ഇൻ കോൺസ്റ്റൻറ്റ് ചേഞ്ച്. കൾച്ചർ നിരന്തരമായി സൊസൈറ്റിയുടെയും സിവിലൈസേഷൻ്റെയും ഭാഗമായി നടക്കുന്ന ചേഞ്ചസിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ ഒരു നേഷനും അതിന് കൾച്ചറൽ ട്രഡീഷൻസ് പ്രിസർവ് ചെയ്യുന്നതിൽ പെർമനൻ്റ് അല്ല, ഒരിക്കലും അങ്ങനെ അവകാശപ്പെടാനും സാധിക്കില്ല. പുതിയ എലമെൻസും വരുന്നുണ്ട്, അതുപോലെ തന്നെ പഴയതിനെ മോഡിഫൈ ചെയ്യുന്നുണ്ട്. ചേഞ്ച് എന്ന് പറയുന്നത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ചില ആസ്പെക്ട്സ് ഓഫ് ദി ചേഞ്ച് പെട്ടെന്ന് സംഭവിക്കുന്നുണ്ട്, ചില ആസ്പെക്ട്സ് സ്ലോ ആയിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്. പക്ഷെ എന്തായാലും ദർ ഇസ് എ ഡിസയർ ഫോർ ചേഞ്ച് ആൻഡ് റെസിസ്റ്റൻസ് ടു ചേഞ്ച്. എന്തായാലും കൾച്ചറിൽ ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, അതിനെ റെസിസ്റ്റ് ചെയ്യാൻ നോക്കുന്നവരുണ്ട്. ഫങ്ഷൻസ് ഓഫ് കൾച്ചർ. കൾച്ചർ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ഹോളാണ്. അവിടെ എന്തുണ്ട്? നോളജ്, ബിലീഫ്, ആർട്ട്, മോറൽസ്, ലോ, കസ്റ്റംസ് ആൻഡ് ഹാബിറ്റ്സ് ഉണ്ട്. ഇതെല്ലാം മനുഷ്യൻ നേടുന്നതാണ് ആസ് എ മെമ്പർ ഓഫ് ദ സൊസൈറ്റി. ഇപ്പോൾ കൾച്ചർ ഓഫ് എ സൊസൈറ്റി എന്ന് പറയുമ്പോൾ അതിൽ ബിഹേവിയറൽ പാറ്റേൺസ് ഉണ്ട്, അതുപോലെ തന്നെ റൂൾസ് അല്ലെങ്കിൽ നോംസ് ടു ഫോളോ ഉണ്ട്. കൾച്ചർ എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയുടെ ട്രേഡ് മാർക്കാണ്. ഇപ്പോൾ ഒരു സൊസൈറ്റിയിലുള്ള ആളെ, ഒരു കൾച്ചറിലുള്ള ഒരാളെ നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത് ചിലപ്പോൾ പലപ്പോഴും അയാളുടെ കൾച്ചർ വെച്ചിട്ടായിരിക്കും. അത് ട്രെയിൻ ചെയ്യുന്നുണ്ട്, കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, ഹ്യൂമൻ പവേഴ്സിനെ, ലൈഫിനെ കൂടുതൽ എൻറിച്ച് ചെയ്യുന്നുണ്ട്, പ്രോഗ്രസ് ഓഫ് ദ സൊസൈറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഇൻഡിവിജ്വലിനെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് ഷേപ്പ് ഹിസ് സോഷ്യൽ പേഴ്സണാലിറ്റി. കൾച്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇൻഡിസ്പെൻസിബിൾ ഗൈഡ് ഫോർ ഓൾ ആസ്പെക്ട്സ് ഓഫ് ലൈഫ് ഇൻ സൊസൈറ്റി. കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. കൾച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ടോട്ടൽ ബിഹേവിയർ പാറ്റേൺ ഓഫ് എ ഗ്രൂപ്പ്. പക്ഷേ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ദ പ്രോസസ് ഓഫ് മോഡിഫൈങ് ഇൻഡിവിജ്വൽ ബിഹേവിയർ. ഒരു ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ ടോട്ടൽ ബിഹേവിയറിനെയാണ് നമ്മൾ കൾച്ചർ എന്ന് പറയുക. പക്ഷേ ഒരു വ്യക്തിയുടെ ഇൻഡിവിജ്വൽ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് എഡ്യൂക്കേഷൻ. ഇവരും ഇൻ്റർ റിലേറ്റഡ് ആണ്. എഡ്യൂക്കേഷന് 3-fold ഫംഗ്ഷൻ ആണ് ഉള്ളത് ഇൻ കണക്ഷൻ വിത്ത് കൾച്ചർ. ഒന്ന് കൺസർവ് ചെയ്യുക കൾച്ചറിനെ. ട്രാൻസ്മിഷൻ, ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുക, അതിന് മാറ്റങ്ങൾ വരുത്താം. കൺസർവേഷൻ അല്ലെങ്കിൽ പ്രിസർവേഷൻ ഓഫ് കൾച്ചറിൽ പറയുന്നത് സൊസൈറ്റിക്ക് ഒരിക്കലും കൾച്ചറൽ ഹെറിറ്റേജ് ഇല്ലാതെ പ്രോഗ്രസ് ചെയ്യാനായിട്ട് പറ്റില്ല. കൾച്ചർ ഷുഡ് നോട്ട് ബി അപ്രൂട്ടഡ് ഫ്രം ട്രഡീഷണൽ മൂവിങ്സ്. അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അതിനെ തുടച്ചു മാറ്റാനായിട്ട് നമുക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ പ്രിസർവേഷൻ ഓഫ് കൾച്ചറൽ ഹെറിറ്റേജ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ്റെ പ്രൈമറി എയിമാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ അവിടെ ഒരിക്കലും എന്തുണ്ടാവില്ല, ഒരു കൾച്ചറൽ ഹെറിറ്റേജ് ഉണ്ടാവില്ല. അപ്പോൾ പേഴ്സി നൺ പറയുന്ന പോലെ എഡ്യൂക്കേഷനാണ് ആ സ്പിരിച്വൽ സ്ട്രെങ്തിനെ കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്, ആ ഹിസ്റ്റോറിക് കണ്ടിന്യൂറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, പാസ്റ്റ് അച്ചീവ്മെൻറ്റ്സിനെ സെക്യൂർ ചെയ്യുന്നത്, ഫ്യൂച്ചറിനെ ഗ്യാരണ്ടി ചെയ്യുന്നത്. ട്രാൻസ്മിഷൻ ഓഫ് കൾച്ചർ. കൾച്ചറിനെ കുറിച്ച് ഒരു കുട്ടി ലേൺ ചെയ്യുകയും അതുപോലെ തന്നെ അഡോപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ടു ദ അഡൾട്ട് വേസ് ഓഫ് ബിഹേവിയർ. എഡ്യൂക്കേഷനാണ് ഒരു കൾച്ചറൽ ഹെറിറ്റേജിനെ മറ്റൊരു ജനറേഷനെ പകർന്നു കൊടുക്കുന്നത്. കൾച്ചറൽ ട്രാൻസ്മിഷനിൽ ഫാമിലിക്കും പ്രധാനപ്പെട്ട ഒരു റോളുണ്ട്. ലാംഗ്വേജ്, എസ്പെഷ്യലി മദർ ടങ് എന്താണ്, ഒരു ബേസിക് മീഡിയം ഓഫ് കൾച്ചറാണ്. കുട്ടികൾ വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് റോങ്, ഗുഡ് ആൻഡ് ബാഡ് അറ്റ് ഹോം എന്നൊക്കെ മനസ്സിലാക്കുന്നത് ഈ ട്രാൻസ്മിഷൻ ഓഫ് കൾച്ചറിലൂടെയാണ്. കൾച്ചർ സ്റ്റെബിലിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് ദി സൊസൈറ്റി ഉറപ്പാക്കുന്നുണ്ട്. ഈ ട്രാൻസ്മിഷൻ ഇല്ലാതെ ദർ വിൽ ബി നോ ഗ്രോത്ത് ആൻഡ് പ്രോഗ്രസ്. അപ്പോൾ ട്രാൻസ്മിഷൻ ഓഫ് കൾച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് ഓർ ഫങ്ഷൻ ഓഫ് എഡ്യൂക്കേഷൻ. ട്രാൻസ്ഫോർമേഷൻ ഓഫ് കൾച്ചർ. കൾച്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പെർഫെക്റ്റ്. അത് ഇപ്പം നമ്മുടെ ഇന്ത്യൻ കൾച്ചർ നമുക്കത് ഒരിക്കലും പറയാൻ പറ്റില്ല ഇറ്റ്സ് ദ പെർഫെക്റ്റ്, ഇറ്റ്സ് ദ അൾട്ടിമേറ്റ്. നമുക്ക് അങ്ങനെ ഒരു രാജ്യത്തെയും ഒരു കൾച്ചറെ അങ്ങനെ പറയാനായിട്ട് പറ്റില്ല. അതിന് അതിൻ്റേതായ റിഫൈൻമെൻറ്റ് വേണം, അതിന് കുറേ മിനുക്കുകൾ വേണം. അപ്പോൾ പല സോഷ്യൽ പ്രാക്ടീസസും ലൈക്ക് കാസ്റ്റ് സിസ്റ്റം, അൺടച്ചബിലിറ്റി, ചൈൽഡ് മാരേജ് എന്നൊക്കെ പറയുന്നത് ഇന്ത്യൻ സൊസൈറ്റിയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ കൾച്ചർ. പക്ഷേ അതിന് ചേഞ്ച് ചെയ്യണം എന്നുള്ള ഒരു ബോധം ഉണ്ടായിരിക്കണം. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ, സോഷ്യൽ പ്രാക്ടീസസിനെ റിഫൈൻ ചെയ്യാനും സൊസൈറ്റി ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ്. ഇത് കൾച്ചറൽ ചേഞ്ചിനെ ഗൈഡ് ചെയ്യുന്നു, പ്രോഗ്രസ്സിലേക്ക് നയിക്കുന്നു. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഫേവറബിൾ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡും കൂടെ ചേഞ്ചിനോട് ഉണ്ടാക്കി എടുക്കണം. ചേഞ്ചിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, പുതിയ സോഷ്യൽ ട്രെൻഡ്സിനെ അഡാപ്റ്റ് ചെയ്യണം. പല ഓൾഡ് വാല്യൂസിനെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതായിട്ട് വരും, അതിനെ ക്വസ്റ്റ്യൻ ചെയ്യണം, പുതിയ വാല്യൂസ് ക്രിയേറ്റ് ചെയ്യപ്പെടണം. സ്കൂൾ എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ ലബോറട്ടറി ഫോർ കൾച്ചറൽ ചേഞ്ച്. ഇപ്പോൾ ട്രാൻസ്മിഷൻ മാത്രമല്ല ഇതിൻ്റെ ഫംഗ്ഷൻ,
ഇറ്റ്സ് നോട്ട് ഓൺലി എ ഫംഗ്ഷൻ മാത്രമല്ല, അത് എഡ്യൂക്കേഷൻ്റെ ഒരു ഗോളും തന്നെയാണ്. മെയിൻ പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഗ്രോത്ത് ഓഫ് കൾച്ചറാണ്. റീകൺസ്ട്രക്ഷനിസം ഷുഡ് ഹാപ്പൻ ദർ ആൻഡ് കൾച്ചറിനെ റീകൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളത് എഡ്യൂക്കേഷൻ ത്രൂ ആണ് നടക്കേണ്ടത്. സോ തിയോഡോർ ബാർമെൽഡ് പറഞ്ഞ പോലെ ഹി ഈസ് ദ എക്സ്പണൻ്റ് ഓഫ് ദിസ് ഫിലോസഫി. ഈ ഫിലോസഫിയുടെ ഒരു മേജർ എക്സ്പണൻറ്റും കൂടെയാണ് തിയോഡോർ ബാർമെൽഡ്. ഇനി എന്താണ് എൻകൾച്ചറേഷൻ? എൻകൾച്ചറേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കൾച്ചർ ഒരു ഇൻഡിവിജ്വലിനെ അതിൻ്റെ നോംസിനെ കുറിച്ചും വാല്യൂസിനെ കുറിച്ചും പഠിപ്പിക്കുന്നു. ഇതാണ് നമ്മുടെ കൾച്ചർ, ഇതിൻ്റെ നോംസും വാല്യൂസും ഇങ്ങനെയാണ് എന്നൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കൾച്ചർ ഒരു ഇൻഡിവിജ്വലിനെ പഠിപ്പിക്കുന്നു. ഇവിടെ ഇറ്റ് ഹെൽപ്സ് ഇൻഡിവിജ്വൽ ഒരു അക്സെപ്റ്റഡ് മെമ്പർ ഓഫ് ദ സൊസൈറ്റി ആയിട്ട് മാറാനായിട്ട് സഹായിക്കുന്നുണ്ട്, ഒരു സ്യൂട്ടബിൾ റോള് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെയാണ് അക്സെപ്റ്റബിൾ, എന്തൊക്കെയാണ് ഒരു സമൂഹം അക്സെപ്റ്റ് ചെയ്യുന്നത്, എന്താണ് ഒരു അൺഅക്സെപ്റ്റബിൾ ബിഹേവിയർ വിത്തിൻ എ സൊസൈറ്റി, അതിൻ്റെ ബൗണ്ടറീസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം എൻകൾച്ചറേഷനിലൂടെയാണ് പഠിക്കുന്നത്. ഇതൊരു ലേണിംഗ് പ്രോസസ്സാണ്. ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ എങ്ങനെ ജീവിക്കണം, ഏത് രീതിയിൽ ജീവിക്കണം എന്നുള്ളതാണ് എൻകൾച്ചറേഷൻ പഠിപ്പിക്കുന്നത്. ഇതൊരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇത് നമ്മൾ കമ്മ്യൂണിക്കേഷനിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്, സ്പീച്ച്, വേർഡ്സ് ആൻഡ് ഗസ്റ്റേഴ്സ്. ഇനി നേച്ചർ ഓഫ് എൻകൾച്ചറേഷൻ, അതായത് അക്സെപ്റ്റഡ് നോംസ് ആൻഡ് വാല്യൂസ് ഓഫ് ദ സൊസൈറ്റി ഇൻ വിച്ച് എ പേഴ്സൺ ലീവ്സ്. ഒരാൾ ജീവിക്കുന്ന സമൂഹത്തിൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള നോംസ് ആൻഡ് വാല്യൂസ് ആൻഡ് റോൾസ് ആൻഡ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇതിലൂടെ പഠിപ്പിക്കുന്നത്. ഒരാളുടെ റോൾ എന്താണ്, ഫംഗ്ഷൻ എന്താ, സൊസൈറ്റി എന്താണെന്നൊക്കെ മനസ്സിലാക്കാനും അതിനെ ഫുൾഫിൽ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അക്സെപ്റ്റബിൾ ബിഹേവിയർ ആൻഡ് ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഇനി ടൈപ്സ് ആൻഡ് വേസ് ഓഫ് എൻകൾച്ചറേഷൻ. എൻകൾച്ചറേഷൻ കോൺഷ്യസ് അല്ലെങ്കിൽ അൺകോൺഷ്യസ് ഏത് രണ്ട് രീതിയിലും സംഭവിക്കാം. ഒന്ന് ഡയറക്റ്റ് ടീച്ചിങ്, അതിനാണ് കോൺഷ്യസ് എന്ന് പറയുന്നത്. അത് പാരൻസും എൽഡേഴ്സാണ് നടക്കുക. ഇൻഡിവിജ്വലിനോട് പറയുന്നത് ഇത് തെറ്റാണ്, ഇത് ശരിയാണ്. അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ പറയുന്നത് സെയിം പ്ലേസ് വെൻ ആസ്കിങ് ഫോർ സംതിങ്, എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പ്ലീസ് ഗീവ് മീ അല്ലെങ്കിൽ പ്ലീസ് ഹെൽപ്പ് മീ, അങ്ങനെ എന്തെങ്കിലും ഒരു വേർഡ് യൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ലേണിംഗ് ബൈ ഒബ്സർവേഷൻ, അതും കോൺഷ്യസ് ആണ്. നമ്മൾ കണ്ടുപഠിക്കുകയാണ്, മറ്റുള്ളവരുടെ ബിഹേവിയറിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്യുന്നു. ചില സ്ലാങ് അല്ലെങ്കിൽ ബിഹേവിയർ ഓഫ് ദി പിയർ ഗ്രൂപ്പ്സ് ഒക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് ഇതിനൊരു എക്സാമ്പിളാണ്. മൂന്നാമത്തതാണ് അൺകോൺഷ്യസ് ലേണിംഗ്. ഇത് നമ്മുടെ ഡെയിലി ഇവൻസിലും കൾച്ചറൽ പ്രാക്ടീസസിലൊക്കെയാണ് നടക്കുന്നത്. നമ്മൾ അറിയാതെ തന്നെ അതിനെ ഇമിറ്റേറ്റ് ചെയ്ത് പോവുകയാണ്. ഇവിടെ നമുക്ക് ഒരു അവയർനെസ് ഇല്ലാതെ തന്നെ നമ്മൾ നാച്ചുറലി സംഭവിക്കുന്ന ഒന്നാണ്. ഇതെല്ലാം സൈമിൾട്ടേനിയസ്ലിയും കണ്ടിന്യൂസ്ലിയും നടക്കുന്നത് ഒരേ സമയം. ഇപ്പോൾ കോൺഷ്യസ് ലേണിംഗ് നടക്കുന്നതിനൊപ്പം തന്നെ അൺകോൺഷ്യസ് ലേണിംഗ് നടക്കും. ഒരേ സമയം സ്ഥിരമായി നടക്കുന്ന ഒന്നാണ് ടൈപ്പ് അല്ലെങ്കിൽ ഈ വേസ് ഓഫ് എൻകൾച്ചറേഷൻ. എന്താണ് എൻകൾച്ചറേഷൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യം? ഒരു മനുഷ്യനെ ഒരു അക്സെപ്റ്റബിൾ മെമ്പർ ഓഫ് ദ സൊസൈറ്റി, അവൻ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന രീതിയിൽ അവൻ്റെ സ്വഭാവത്തിനെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരാൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, നോയിങ്ലി ഓർ അൺനോയിങ്ലി. ഇതൊരു ലൈഫ് ലോങ് പ്രോസസ്സാണ്, ആളുകളെ ഒന്നിപ്പിക്കുന്ന ഒന്നാണ്. കോർ ബിലീഫ്സ്, വാല്യൂസ് ആൻഡ് പ്രാക്ടീസസ് ഒക്കെ കൾച്ചർ ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ റോൾ ഓഫ് സൊസൈറ്റി ആൻഡ് ഫാമിലി, പാരൻസിനും പിയർ ഗ്രൂപ്പ്സിനും എൻകൾച്ചറേഷനിൽ പ്രധാനപ്പെട്ട റോളുകളുണ്ട്. പാരൻസ് ആണ് വാല്യൂസ് ആൻഡ് ഇൻഡിവിജ്വാലിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്നത്. പിയർ ഇൻഫ്ലുവൻസും ഗ്രൂപ്പ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത് എൻകൾച്ചേർഡ് മാത്രമല്ല, ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് അവർ മാറുക മാത്രമല്ല, അവർ മറ്റുള്ളവരെയും എൻകൾച്ചർ ചെയ്യുന്നുണ്ട്. ഇനി പ്രധാനപ്പെട്ട സോഷ്യോളജിസ്റ്റുകളുടെ വ്യൂസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ടാൽക്കോട്ട് പാഴ്സൺ പറയുന്നത് ചിൽഡ്രൻ ആർ അൺകൾച്ചേർഡ് അറ്റ് ബർത്ത്. ജനിക്കുന്ന സമയത്ത് ദേ ഡോണ്ട് ഹാവ് എനി കൾച്ചർ. Because infants they have no language, morality or cultural understanding. Through enculturation അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ, അതിലൂടെയാണ് അവർ നോളജ്, സ്കിൽസ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് വാല്യൂസ് നേടുന്നതും അവർ ഫങ്ഷനിങ് മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റിയായി മാറുന്നതും. എൻകൾച്ചറേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്, ഇപ്പോൾ ചില ഇൻഡിവിജ്വൽസ് കൾച്ചറൽ നോംസ് ഒക്കെ ഇൻറ്റേർണലൈസ് ചെയ്യും ആൻഡ് ദേ മൈറ്റ് ക്രിയേറ്റ് ന്യൂ സിസ്റ്റം. ന്യൂ കൾച്ചറൽ സിസ്റ്റംസ് ചിലപ്പോൾ പഴയ കൾച്ചറിനെ മാറ്റും. ഇപ്പോൾ ജീസസ് ക്രൈസ്റ്റ് പല പുതിയ കൾച്ചറൽ ഐഡിയാസും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ റെവല്യൂഷൻ പല ന്യൂ കൾച്ചറൽ ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ന്യൂ സിസ്റ്റം എന്ന് പറയുന്നത് പഴയ കൾച്ചറിൻ്റെ തന്നെ ഒരു വളർച്ചയാണ്, റിസൾട്ട് ഓഫ് എൻകൾച്ചറേഷൻ. ഇപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി ഓഫ് ദ പേഴ്സൺ വിത്തിൻ എ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിൽ ഒരാളുടെ വ്യക്തിത്വം. അതുപോലെ തന്നെ സൊസൈറ്റി ഓരോ ഇൻഡിവിജ്വലിനെയും ഒരു ഫുള്ളി റെസ്പോൺസിബിൾ മെമ്പറാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ എൻകൾച്ചറേഷനിലൂടെ ഒരു റെസ്പോൺസിബിൾ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുന്നുണ്ട്. സംടൈംസ് ഇറ്റ് മേ എലിനേറ്റ് ഇൻഡിവിജ്വൽസ്, ചിലരെ ഒറ്റപ്പെടുത്താം. പക്ഷേ ഇതിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ത് തന്നെയാണ്? സോഷ്യൽ ഇൻ്റഗ്രേഷൻ തന്നെയാണ്. എഡ്യൂക്കേഷൻ ആൻഡ് എൻകൾച്ചറേഷൻ. ഇപ്പോൾ എൻകൾച്ചറേഷന് രണ്ട് മേജർ ആസ്പെക്ട്സ് ഉള്ളത്, ഇൻഫോർമൽ അല്ലെങ്കിൽ ചൈൽഡ് ട്രെയിനിങ്, ഫോർമൽ എഡ്യൂക്കേഷൻ. ഇൻഫോർമൽ ആസ്പെക്റ്റ് നടക്കുന്നത് ഫാമിലി ആൻഡ് എമംഗ് ഫ്രണ്ട്സ്, നോൺ ആസ് ചൈൽഡ് ട്രെയിനിങ്. ഫോർമൽ ആസ്പെക്റ്റ് നടക്കുന്നത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ്. ഇതിൽ സേക്രഡ് ആൻഡ് സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് രണ്ടും വരാം. അതായത് ഇതിൽ മതവിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും വരാം, സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരാം.
ഈ രണ്ട് പ്രോസസ്സും ഒരുമിച്ച് ചേർന്നാണ് ഒരു ഇൻഡിവിജ്വലിനെ ഷേപ്പ് ചെയ്യുന്നത്. അടുത്ത ടേമാണ് അക്കൾച്ചറേഷൻ. അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് ഇൻ വിച്ച് മെമ്പേഴ്സ് ഓഫ് വൺ കൾച്ചർ അഡോപ്റ്റ് ബിലീവ്സ് ആൻഡ് ബിഹേവിയേഴ്സ് ഓഫ് അനദർ കൾച്ചർ. ഒരു കൾച്ചറിലുള്ള ഒരു വ്യക്തി മറ്റൊരു കൾച്ചറിൻ്റെ ബിലീവ്സിനെയോ ബിഹേവിയേഴ്സിനെയോ അഡോപ്റ്റ് ചെയ്യുന്നതിനാണ് അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത്. ഇതിൽ കൾച്ചറൽ ആൻഡ് സൈക്കോളജിക്കൽ ചേഞ്ചസ് ഇത് രണ്ടും സംഭവിക്കുന്നുണ്ട് ഡ്യൂ ടു ദ കോണ്ടാക്ട് ബിറ്റ്വീൻ ടു ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. ഇതിൻ്റെ ഫീച്ചർ നോക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ലെവൽസിൽ ഇത് വരാം. ഗ്രൂപ്പ് ലെവൽ വരാം, ഇൻഡിവിജ്വൽ ലെവൽ വരാം. ഗ്രൂപ്പ് ലെവൽ ആണെങ്കിൽ കൾച്ചർ, കസ്റ്റം, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫുഡ്, ക്ലോത്തിങ്, ലാംഗ്വേജ് ഇതിലൊക്കെ ചേഞ്ച് വരാം. ഇൻഡിവിജ്വൽ ലെവലിലാണെങ്കിൽ അവരുടെ ഡെയിലി ബിഹേവിയർ, സൈക്കോളജിക്കൽ ആൻഡ് ഫിസിക്കൽ വെൽബീങ് ഒക്കെ വരാം. എൻകൾച്ചറേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കൾച്ചർ ലേണിംഗ് ആണ്, നമ്മുടെ ഓൺ കൾച്ചർ പഠിക്കുക. അക്കൾച്ചറേഷൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കൾച്ചർ ലേണിംഗ്, മറ്റൊരാളുടെ കൾച്ചർ പഠിക്കുക. ഇത് രണ്ടും ഒരു 2-way പ്രോസസ് ഓഫ് കൾച്ചറൽ ചേഞ്ച് ആണ്. ഇവിടെ രണ്ടോ അതിലധികമോ കൾച്ചറിൻ്റെ ഒരു ഇൻട്രാക്ഷൻ വരാം. ഇനി ഫോംസ് ഓഫ് അഡാപ്റ്റേഷൻ ആണ് ഇൻ്റഗ്രേഷൻ, അസിമിലേഷൻ, റിജക്ഷൻ ആൻഡ് ഡീകൾച്ചറേഷൻ. ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ, മിക്സിംഗ്, കോമ്പിനേഷൻ എന്നൊക്കെയാണ് അർത്ഥം. രണ്ടിൻ്റെയും കൂടിച്ചേരല എന്നുള്ളതാണ് അർത്ഥം. അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേഷൻ്റെ സെയിം മീനിങ് തന്നെയാണ്, പക്ഷെ ഇവിടെ അബ്സോർപ്ഷൻ എന്നുള്ളതാണ് അർത്ഥം. റിജക്ഷൻ എന്ന് പറഞ്ഞാൽ തള്ളിക്കളയുക ആൻഡ് ഡീകൾച്ചറേഷൻ ഇതിനർത്ഥം നിലവിലുള്ള പാരമ്പര്യ സാംസ്കാരിക മൂല്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടുക എന്നുള്ളതാണ്. പിന്നെ നേച്ചർ ഓഫ് അക്കൾച്ചറേഷൻ. അക്കൾച്ചറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കൾച്ചറൽ ചേഞ്ച് വരാണ് ഡ്യൂ ടു കോണ്ടാക്ട് ബിറ്റ്വീൻ കൾച്ചേഴ്സ്. ഇവിടെ സെലക്റ്റീവ് ആയിട്ടുള്ള അഡാപ്റ്റേഷൻ ഓഫ് വാല്യൂസ് ആണ്. ഇപ്പോൾ ഇറ്റ് ഡസ് നോട്ട് നെസസറിലി മീൻ കംപ്ലീറ്റ് അസിമിലേഷൻ, കംപ്ലീറ്റ് ആയിട്ട് അത് അഡോപ്റ്റ് ചെയ്യണം എന്നില്ല. അപ്പോൾ സൈക്കോളജി, ആന്ത്രോപോളജി, സോഷ്യോളജിയിലൊക്കെ ഇതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ ആൻഡ് അക്കൾച്ചറേഷൻ നോക്കുകയാണെങ്കിൽ സൊസൈറ്റി ആളുകൾക്ക് കൾച്ചറൽ ചേഞ്ചസ് അഡാപ്റ്റ് ചെയ്യണം എന്നുള്ളത് വളരെ ഒരു റിക്വയർഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ, ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത് ലേണിംഗ് ന്യൂ ആൻഡ് എമർജിങ് വാല്യൂസ് ആൻഡ് കസ്റ്റംസ് ആണ്. അപ്പോൾ എഡ്യൂക്കേഷനിൽ ഇതൊരു കീ പ്രോസസ് ആണ്. എഡ്യൂക്കേഷൻ ഇറ്റ് സെൽഫ് എന്ന് തന്നെയാണ് ഒരു പ്രോസസ് ഓഫ് ലേണിംഗ് ന്യൂ വാല്യൂസ് ആൻഡ് ഐഡിയൽസ് ആണ്. എങ്കിൽ മാത്രമാണ് ഇൻഡിവിജ്വൽസിനെ യൂസ്ഫുൾ ആൻഡ് പ്രൊഡക്റ്റീവ് സിറ്റിസൺസ് ആയിട്ട് മാറാനായിട്ട് സാധിക്കുള്ളൂ. ഈ റോൾ ഓഫ് എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ ഒരു കൾച്ചറൽ കണ്ടിന്യൂറ്റി ഉണ്ട് ത്രൂ എൻകൾച്ചറേഷൻ ആണെന്ന് ഉറപ്പാക്കുക. കൾച്ചറൽ ചേഞ്ച് കൊണ്ടുവരുന്നത് അക്കൾച്ചറേഷനിലൂടെയാണ്. സോഷ്യൽ ഓർഡറും സ്റ്റെബിലിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യുക, മോഡേണൈസേഷൻ ആൻഡ് പ്രോഗ്രസിനെ പ്രൊമോട്ട് ചെയ്യുക. കാരണം എല്ലാ സൊസൈറ്റിക്കും സ്റ്റെബിലിറ്റി ആൻഡ് ചേഞ്ച് വേണം. ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റാഗ്നേഷൻ ഉണ്ടെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യുക. സ്റ്റാഗ്നേഷൻ മീൻസ് ഇനാക്ടിവിറ്റി ഉണ്ടെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്യുക. കാരണം ചേഞ്ച് എന്ന് പറയുന്നത് നെസസറി ആണ്. ഒരിക്കലും അവിടെ സ്റ്റേബിളായി ഫിക്സഡ് ആയിട്ട് പോകരുത് ഒരു കൾച്ചറും. എഡ്യൂക്കേഷൻ അപ്പോൾ ഒരു ക്രൂഷ്യൽ റോള് പ്ലേ ചെയ്യുന്നുണ്ട് ഇൻ ബാലൻസിങ് സ്റ്റെബിലിറ്റി ആൻഡ് ചേഞ്ച്. ഇനി എന്താണ് കൾച്ചറൽ ലാഗ്? ഈ കോൺസെപ്റ്റ് WF ഓഗ്ബേണിൻ്റെ ആണ്. ഇവിടെ ഒരു സിറ്റുവേഷനെയാണ് റെഫർ ചെയ്യുന്നത്. ഇവിടെ കൾച്ചറൽ ചേഞ്ചസ് ഡു നോട്ട് കീപ് പേസ് വിത്ത് മെറ്റീരിയൽ ചേഞ്ചസ്. മെറ്റീരിയൽ ചേഞ്ചസുമായിട്ട് കൾച്ചറൽ ചേഞ്ചസും തമ്മിൽ ഒരു ഒത്തൊരുമയില്ല, അല്ലെങ്കിൽ ഒരു പൊരുത്തമില്ലാത്തൊരവസ്ഥ. ഒരു ഫാസ്റ്റ് ചേഞ്ചിങ് സൊസൈറ്റിയിൽ ഇപ്പോൾ മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ കൾച്ചർ തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമുക്ക് കൾച്ചറൽ ലാഗ് എന്ന് പറയാം. ഈ ഗ്യാപ്പ് എന്ത് ക്രിയേറ്റ് ചെയ്യും? സോഷ്യൽ ലൈഫിൽ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ കൾച്ചറൽ ലാഗ് പ്രധാനമായിട്ട് നടക്കുന്നത്, അല്ലെങ്കിൽ അതിലൊരു ഡിഫറൻസ് വരുന്നത് മെറ്റീരിയൽ ആസ്പെക്ട്സ് ഏതാണ്? എക്കണോമി, ടെക്നോളജി. നോൺ മെറ്റീരിയൽ ആസ്പെക്ട്സ് ആണ് വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിലീഫ്സ്. ഇപ്പോൾ ഒരു സൊസൈറ്റി എക്കണോമിക്കലി അഡ്വാൻസ്ഡ് ആയിരിക്കാം, പക്ഷെ അതിൻ്റെ വാല്യൂസും ട്രഡീഷൻസും ആ ഒരു എക്കണോമിക് അല്ലെങ്കിൽ ടെക്നോളജിക്കൽ അച്ചീവ്മെൻ്റ് അനുസരിച്ചിട്ട് മാറുന്നില്ല. അപ്പോൾ ഒരു ലാക്ക് ഓഫ് ഹാർമണി ബിറ്റ്വീൻ ദീസ് ആണ് വാട്ട് ലീഡ്സ് ടു കൾച്ചറൽ ലാക്ക്. ഇപ്പോൾ ബ്രൗൺ പറയുന്നത് ഇതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഫാമിലി ഇൻഫ്ലുവൻസ്. ഫാമിലിയിൽ ചിലപ്പോൾ അവർ ഓൾഡ് ബിഹേവിയർ പാറ്റേൺസ് ഒക്കെ പ്രിസർവ് ചെയ്യുന്നുണ്ടാവും, കുട്ടികൾക്ക് അത് പകർന്നു കൊടുക്കുന്നുണ്ടാവും. മറ്റൊന്ന് ഇനേർഷ്യ അല്ലെങ്കിൽ ഫിയർ ഓഫ് ചേഞ്ച്. ഒരു റെസിസ്റ്റൻസ് ഈ ചേഞ്ചിനോട് അവർ കാണിക്കും. വെസ്റ്റഡ് ഇൻട്രസ്റ്റ്, ചില ഗ്രൂപ്പുകൾക്ക് ചില ഇൻട്രസ്റ്റുകളൊക്കെ ഉണ്ടാവും, അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഐസൊലേഷൻ ഓഫ് ഗ്രൂപ്പ്സും ഒരു കൾച്ചറൽ ചേഞ്ച് പ്രിവെൻറ്റ് ചെയ്യാം. കൾച്ചറൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ ഓഫ് കൾച്ചർ ഫ്രം വൺ ജനറേഷൻ ടു അനദർ. ഒരു ജനറേഷനിൽ നിന്നും മറ്റൊരു ജനറേഷനിലേക്ക് കൾച്ചർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനാണ് കൾച്ചറൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ എന്താ? സോഷ്യൽ ഇൻഇക്വാലിറ്റി ഉണ്ട്, പ്രിവിലേജ് ഉണ്ട്, സ്റ്റേറ്റസ് ഉണ്ട്, എത്തിനിസിറ്റി ഉണ്ട്. സോ ബോർഡിയോ പറയുന്നത് എഡ്യൂക്കേഷൻ പ്ലേസ് എ റോൾ ഇൻ റീപ്രൊഡ്യൂസിങ് ക്ലാസ് ഇൻഇക്വാലിറ്റി റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ എഡ്യൂക്കേഷനും ഒരു മേജർ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത് കൾച്ചറലി റീപ്രൊഡ്യൂസ്ഡ് ആണ്, അത് ചിലപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റംസിലൂടെയും ആവാം. കൾച്ചറൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ക്ലാസ്സിലേക്ക് മാത്രം ലിമിറ്റഡ് ആയിട്ടുള്ളതല്ല, പല ബ്രോഡർ കൾച്ചറൽ പാറ്റേൺസും അതിൽ വരുന്നുണ്ട്. എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ റീപ്രൊഡക്ഷൻ. അദ്ദേഹത്തിൻ്റെ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ദ ലിങ്ക് ബിറ്റ്വീൻ ഒറിജിനൽ ക്ലാസ് മെമ്പർഷിപ്പ് ആൻഡ് ദ ഫൈനൽ ക്ലാസ് പൊസിഷൻ. സോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇതിലൊരു മീഡിയേറ്റിംഗ് ഫാക്ടറാണ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ മീഡിയേറ്റർ. ഇനി കീ പ്രൊപ്പോസിഷൻ എന്താണെന്ന് പറഞ്ഞാൽ പാരൻറ്റിൻ്റെ കൾച്ചറൽ ക്യാപിറ്റൽ ഈസ് ഇൻഹെറിറ്റഡ് ബൈ ചിൽഡ്രൻ.
Children's cultural capital is converted into educational qualification. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആണ് ഇവിടെ ഒരു മീൻസ് ഓഫ് സോഷ്യൽ പ്രൊഡക്ഷൻ ആയിട്ട് അതായത് പാരൻറ്റിൻ്റെ കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അവരുടെ കൾച്ചറൽ ആസ്പെക്ട്സ്, അതായത് അവരുടെ സ്കിൽസ്, എബിലിറ്റീസ്, അവരുടെ നോളജ്, ഇതെല്ലാം കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നു. കുട്ടികൾ ഇവരുടെ സ്കിൽസും എബിലിറ്റീസും ഒക്കെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആയിട്ടാണ് മാറ്റുന്നത്. ഓക്കെ, ഈ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിലൂടെയാണ് സാമൂഹിക പുനരുൽപാദനം നടക്കുന്നത്, അതായത് സോഷ്യൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഇനി കിഡൻ, ഇതൊരു അദ്ദേഹത്തിൻ്റെ ഒരു സജഷനാണ് കേട്ടോ, ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള ബോർഡുവിൻ്റെ ഒരു സജഷനാണ്. അടുത്തത് ഹിഡൻ കരിക്കുലം. കൾച്ചറൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഹിഡൻ കരിക്കുലത്തിലൂടെയാണ്. ഇതിലൂടെ ഇൻഫോർമലായിട്ട് കുട്ടികൾ വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിഹേവിയേഴ്സ് ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ചില കുട്ടികൾ അപ്രോപ്രിയേറ്റ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് സോഷ്യൽ വാല്യൂസ് നീഡഡ് ഫോർ സക്സസ് ലേൺ ചെയ്യുന്നതും ഇതിലൂടെയാണ്. ദ ഇമ്പാക്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ ഒരാളുടെ സോഷ്യൽ സ്റ്റാറ്റസിനെ, ക്ലാസ് പൊസിഷൻ, വാല്യൂസ് ആൻഡ് ഹൈറാർക്കി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സക്സസ് ഇൻ എഡ്യൂക്കേഷൻ ആണ്, ഫോമൽ ക്വാളിഫിക്കേഷൻസ് ആണോ, സോഷ്യലൈസേഷൻ ആൻഡ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇരിക്കുന്നതാണ് ഇത് നമ്മൾ എഡ്യൂക്കേഷനിൽ സക്സസ് ആവുക എന്നുള്ളത്. അപ്പോൾ കൾച്ചറൽ ക്യാപിറ്റലാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഏത് റിസോഴ്സസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ് അവർക്ക് കിട്ടുന്നത്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് രണ്ട് സാധ്യതയുള്ളത്, സോഷ്യൽ ഇൻഇക്വാലിറ്റി അതിനെ വേണമെങ്കിൽ റെഡ്യൂസ് ചെയ്യാം, കുറയ്ക്കാം, അല്ലെങ്കിൽ റീഇൻഫോഴ്സ് ചെയ്യാം, അതിനെ കൂട്ടാം. സോ ദർ ഈസ് നോ ക്ലിയർ കോൺഷ്യൻസ് ഓൺ ദ എക്സാക്ട് റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ കൾച്ചറൽ റീപ്രൊഡക്ഷൻ. കൾച്ചറൽ റീപ്രൊഡക്ഷനിൽ എന്താണ് എഡ്യൂക്കേഷൻ്റെ എക്സാക്ട് റോൾ എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ടൊരു ധാരണയില്ല. ഇപ്പോൾ ഫങ്ഷണലിസ്റ്റ് വ്യൂ അല്ലെങ്കിൽ പാർസോണിയൻ ഫങ്ഷണലിസം അനുസരിച്ച് എഡ്യൂക്കേഷൻ ഫങ്ഷണൽ പ്രീ റിക്വസ്റ്റീസ് ഫോർ സൊസൈറ്റിയെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു സൊസൈറ്റിയിൽ നമുക്ക് ഫങ്ഷൻ ചെയ്യാൻ വേണ്ട എല്ലാ മുമ്പ് തന്നെ സ്വായത്തമാക്കേണ്ട എല്ലാ കാര്യങ്ങളും അത് തരുന്നുണ്ട്. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് നെസസറി വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് സോഷ്യൽ സ്കിൽസ് ഒക്കെ തരുന്നുണ്ട് നമ്മൾ എന്ത് ജോലിയാണ് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഉറപ്പാക്കുന്നത് ഇൻഡിവിജ്വൽസിന് കോമൺ സോഷ്യൽ സ്കിൽസ് ഉണ്ട് ഫോർ ഡെയിലി ഇൻട്രാക്ഷൻ. ഇപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് ഓഫ് മെക്കാനിസം ആണ്. ഫാമിലിയും സ്കൂളും ദേ ഷുഡ് വർക്ക് ടുഗെദർ ടു റീപ്രൊഡ്യൂസ് സോഷ്യൽ ക്ലാസസ്, ഒക്യുപ്പേഷണൽ ഹൈറാർക്കി ആൻഡ് വാല്യൂ ഓറിയൻറ്റേഷൻ ആൻഡ് ഐഡിയോളജി. എഡ്യൂക്കേഷൻ ആൻഡ് ക്യാപിറ്റൽ. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ സിസ്റ്റത്തിന് ഒരു മിററാണ്. ഇത് ഇൻഡിവിജ്വലിനെ സോർട്ട് ചെയ്യുന്നു, അവർക്ക് അവരുടെ സ്കിൽസ് അനുസരിച്ചിട്ടുള്ള റോൾസൊക്കെ കൊടുക്കുന്നു. ഇത് ഇൻഡിവിജ്വലിനെ എന്തിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു, ഒരു ലേബർ ഫോഴ്സിൻ്റെ ഭാഗമായ എന്തൊക്കെ ആറ്റിറ്റ്യൂഡ് വേണം, എങ്ങനെ ഒരു എക്സിസ്റ്റിംഗ് സോഷ്യൽ ഓർഡറിനെ അക്സെപ്റ്റ് ചെയ്യാം. എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സോർട്ടിംഗ് മെക്കാനിസം ആണ് റാദർ ദാൻ ഒരു ഈക്വലൈസിങ് സിസ്റ്റം. എല്ലാവരും ഈക്വൽ ആക്കുമല്ല, സോർട്ട് ചെയ്യണം. ഇവന് എന്നെ എബിലിറ്റി ഉണ്ട്, ഇവന് ഇതായിക്കോട്ടെ, ഇവന് എന്നെ എബിലിറ്റി ഉണ്ട്, ഇവന് അതായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് സോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. റോൾ ഓഫ് കൾച്ചറൽ ആൻഡ് സോഷ്യൽ ക്യാപിറ്റൽ. ഇപ്പോൾ ഇൻഡിവിജ്വൽസിന് ഒരു ഹൈ കൾച്ചറൽ അല്ലെങ്കിൽ സോഷ്യൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അവർക്ക് എഡ്യൂക്കേഷനിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും, അവർക്ക് നല്ല സ്പെഷ്യലൈസ്ഡ് ആൻഡ് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒക്യുപ്പേഷനിൽ എത്താൻ പറ്റും. ഇപ്പോൾ ലോ കൾച്ചറൽ ക്യാപിറ്റൽ ആണെങ്കിൽ അവർ എഡ്യൂക്കേഷനിൽ സ്ട്രഗിൾ ചെയ്യും, ഒരു ലെസ് സ്പെഷ്യലൈസ്ഡ് ലോ സ്റ്റാറ്റസ് ജോബിലായിരിക്കും വരിക. അപ്പോൾ എഡ്യൂക്കേഷൻ ഈ സോഷ്യൽ ഇൻഇക്വാലിറ്റിയെ നിലനിർത്തുന്ന ഒന്ന് തന്നെയാണെന്നാണ് പറയുന്നത്. ഇനി എക്കണോമിക് ആസ്പെക്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ ഒരുപാട് കോസ്റ്റ് വേണം, സാക്രിഫൈസ് വേണം. നമ്മളുടെ പല സമ്പാദ്യവും ഒരാളെ നന്നായി പഠിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ നഷ്ടപ്പെടാം. എക്സ്പെൻസ് ഉണ്ട്, ഫീസ് ഉണ്ട്, ബുക്സ് ഉണ്ട്, സൈക്കോളജിക്കൽ കോസ്റ്റ് ഉണ്ട്. കൂടുതൽ റിസോഴ്സ് ഉള്ള ആളുകൾക്ക് അതനുസരിച്ചിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ടാവും. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സോഷ്യൽ റീപ്രൊഡക്ഷൻ്റെ ഒരു ഫാക്ടറായി മാറുകയാണ്. അപ്പോൾ എഡ്യൂക്കേഷണൽ അറ്റൈൻമെൻറ്റ് എന്ന് പറയുന്നത് ബെറ്റർ പേ, സ്റ്റാറ്റസ് ആൻഡ് പ്രസ്റ്റീജിലേക്ക് നയിക്കുന്നുണ്ട്. എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് റിസോഴ്സസ് ആണ്. അപ്പോൾ എഡ്യൂക്കേഷനിലൂടെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് കൾച്ചറൽ നോംസ് ആണ്, സോഷ്യൽ സ്ട്രക്ചർ ആണ്, ഇൻഇക്വാലിറ്റി അക്രോസ് ജനറേഷൻ ആണ്. അപ്പോൾ കൾച്ചറൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം എഡ്യൂക്കേഷൻ ത്രൂ നടക്കുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഇതിലൂടെ ഒരു ഡിവൈഡും നടക്കുന്നുണ്ട്, എഡ്യൂക്കേറ്റഡ് വേഴ്സസ് ലെസ് എഡ്യൂക്കേറ്റഡ് ഇൻഡിവിജ്വൽസ്. ഇത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിലേക്ക് നടക്കുന്നുണ്ട്, ഇൻഇക്വാലിറ്റി ആൻഡ് സൊസൈറ്റിയിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. ഈ സെയിം സിസ്റ്റം എല്ലാ ജനറേഷനിലും നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അടുത്ത ചാപ്റ്ററാണ് മൾട്ടി കൾച്ചറലിസം. മൾട്ടി കൾച്ചറലിസം എന്നാണ്, ഇതൊരു ലേറ്റസ്റ്റ് ബസ് വേർഡ് ആണ്, ലേറ്റസ്റ്റ് കോമൺ ട്രെൻഡിങ് എന്നൊക്കെ നമുക്ക് പറയാം ഇൻ സോഷ്യൽ സയൻസസ് ആൻഡ് എഡ്യൂക്കേഷൻ. ഇറ്റ്സ് എ ബോഡി ഓഫ് തോട്ട് ഇൻ പൊളിറ്റിക്കൽ ഫിലോസഫി അബൌട്ട് റെസ്പോണ്ടിങ് ടു കൾച്ചറൽ ആൻഡ് റിലീജിയസ് ഡൈവേഴ്സിറ്റി. അതായത് പൊളിറ്റിക്കൽ ഫിലോസഫിയിലുള്ള ഒരു ചിന്താഗതിയാണ് ഇത്, ഒരു റെസ്പോൺസും കൂടിയാണ് കൾച്ചറൽ ആൻഡ് റിലീജിയസ് ഡൈവേഴ്സിറ്റിയെ കുറിച്ച്. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് കൾച്ചേഴ്സിൻ്റെ ഒരു കോ എക്സിസ്റ്റൻസ് കാണാം. കൾച്ചർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഒരു കോംപ്ലക്സ് ഹോളാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ആർട്സ്, മോറൽസ്, നോളജ്, കസ്റ്റംസ്, വാല്യൂസ്, ട്രഡീഷൻസ്, ലോസ് ആൻഡ് കാപ്പബിലിറ്റീസ്, മീനിങ് ആൻഡ് നേച്ചർ. മൾട്ടി കൾച്ചറലിസം എന്ന് പറയുന്നത് റെഫേഴ്സ് ടു ദ കോ എക്സിസ്റ്റൻസ് ഓഫ് ഡിഫറെൻറ്റ് കൾച്ചറൽ ഗ്രൂപ്പ്സ് സച്ച് ആസ് റേഷ്യൽ ഗ്രൂപ്പ്സ് വരാം, റിലീജിയസ് ഗ്രൂപ്പ്സ് വരാം, എത്നിക് ഗ്രൂപ്പ്സ് വരാം. ഒരു സമൂഹത്തിൽ വംശീയപരമായിട്ടും മതപരമായിട്ടും എത്നിക് പരമായിട്ടും ഒക്കെ ഡിഫറെൻറ്റ് കൾച്ചറൽ ഗ്രൂപ്പ്സ് ഉണ്ടാവും. അവരുടെയൊക്കെ ഒരു എല്ലാവരും കൂടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കോ എക്സിസ്റ്റൻസിനെയാണ് മൾട്ടി കൾച്ചറലിസം എന്ന് പറയുന്നത്. നമുക്ക് കസ്റ്റമറി ബിഹേവിയേഴ്സ്, വാല്യൂസ് ആൻഡ് അസംഷൻസ്, പാറ്റേൺസ് ഓഫ് തിങ്കിങ്, കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽസിലൊക്കെ കാണാം.
ഇതിൽ എക്സിസ്റ്റൻസ്, അവരെങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു, അക്സെപ്റ്റൻസ് ആൻഡ് പ്രൊമോഷൻ ഓഫ് മൾട്ടിപ്പിൾ കൾച്ചേഴ്സ് വിത്തിൻ എ സിംഗിൾ സൊസൈറ്റിയാണ് മൾട്ടി കൾച്ചറലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മൾട്ടി കൾച്ചറലിസത്തിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഈക്വൽ റൈറ്റ്സ് ഉണ്ട് ടു ഓൾ കൾച്ചേഴ്സ് എന്നുള്ള ഉറപ്പാക്കുന്നു, റെസ്പെക്ട് ഫോർ കൾച്ചറൽ ഡൈവേഴ്സിറ്റി പ്രൊമോട്ട് ചെയ്യുന്നു, കോ എക്സിസ്റ്റൻസ് എല്ലാവരും എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ള മൾട്ടിപ്പിൾ ട്രഡീഷൻസിലുള്ള ആളുകൾ എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളത് സപ്പോർട്ട് ചെയ്യുന്നു, ലേണിംഗ് ഫ്രം ഡിഫറെൻറ്റ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സിനെ എൻകറേജ് ചെയ്യുന്നു. എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് കൾച്ചർ ഒരു പർട്ടിക്കുലർ റീജിയനിൽ കോ എക്സിസ്റ്റ് ചെയ്യുക. ഇവിടെ സൊസൈറ്റി എന്ന് പറയുന്നത് ഇവരെല്ലാം മേർജ് ചെയ്തുകൊണ്ട് ഉണ്ടാകുന്നതാണ്. പിന്നെ ഡിഫറെൻറ്റ് കൺട്രീസിലേക്കുള്ള ഇമിഗ്രേഷൻ കൊണ്ടും മൾട്ടി കൾച്ചറലിസം വരാം. പോളിസീസ് ആൻഡ് അപ്രോച്ചസിൽ നോക്കുകയാണെങ്കിൽ മൾട്ടി കൾച്ചറൽ പോളിസീസിൽ എന്തൊക്കെ വരാം? ഈക്വൽ റെസ്പെക്ട് ഫോർ ഓൾ കൾച്ചേഴ്സ് വരാം, പ്രൊമോഷൻ ഓഫ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി വരാം, റെക്കഗ്നീഷൻ ഓഫ് എത്നിക് ആൻഡ് റിലീജിയസ് ഐഡൻറ്റിറ്റീസ് വരാം. അപ്പോൾ അതോറിറ്റീസ് മേ അഡ്രസ് പീപ്പിൾ ബേസ്ഡ് ഓൺ ദ കൾച്ചറൽ ഗ്രൂപ്പ് ഐഡൻറ്റിറ്റി. അപ്പോൾ കൾച്ചറൽ ഗ്രൂപ്പ് ഐഡൻറ്റിറ്റി വെച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ അതോറിറ്റീസ് പോലും അവരെ അഡ്രസ്സ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ മെയിൻറ്റെയിനിങ് യൂണിറ്റി, പ്രൊമോട്ടിങ് സോഷ്യൽ ഹാർമണി ആൻഡ് എൻകറേജിങ് മ്യൂച്വൽ റെസ്പെക്ട്. ഇപ്പോൾ ഡൈവേഴ്സ് സൊസൈറ്റീസ് ആയുള്ള ഇന്ത്യ പോലൊരു നേഷന് ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഒറിജിൻ നോക്കുകയാണെങ്കിൽ ഒറിജിനേറ്റഡ് ഇൻ USA ആണ്. 1970s വന്നൊരു കോൺസെപ്റ്റാണ്. കനാഡിയൻ അക്കാദമിക് കോണ്ടെക്സ്റ്റിൽ ഇമിഗ്രൻസിനെ റെഫർ ചെയ്തുകൊണ്ടാണ് ഈ ടേം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഓസ്ട്രേലിയ, UK, ഇന്ത്യ, യൂറോപ്യൻ കൺട്രീസിലേക്ക് ഇത് പിന്നീട് സ്പ്രെഡ് ആയിട്ടുണ്ട്. ഇത് ഡെവലപ്പ് ചെയ്യാൻ കാരണം അസിമിലേഷൻ ആൻഡ് ഹോമോജനൈസേഷൻ ഫെയിൽഡായി, അതുകൊണ്ടാണ് ഈ ഒരു ടേം പോപ്പുലർ ആയത്. ഇപ്പോൾ സൊസൈറ്റീസ് എന്ന് പറയുന്നത് ഈ മൈഗ്രേഷൻ കൊണ്ട് ഒരുപാട് ഡൈവേഴ്സ് ആവുന്നുണ്ട്. ഇവിടെ ഗവൺമെൻറ്റ്സ് മൾട്ടി കൾച്ചറലിസം അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് ആസ് ആൻ ഒഫീഷ്യൽ പൊളിറ്റിക്കൽ പോളിസി. അപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ് ഉണ്ട്, ട്രൈബൽസ്, മൈനോറിറ്റീസ് ആൻഡ് ഡിസേബിൾഡ്, ഇമിഗ്രൻസ് ആൻഡ് ഇൻഡിജിനസ് പീപ്പിൾ വിച്ച് മീൻസ് നേറ്റീവ് പീപ്പിൾ. ആൻഡ് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് എ മൾട്ടി കൾച്ചറൽ സൊസൈറ്റി? ഇൻഡിവിജ്വൽസിന് അവയർനെസ് ഉണ്ട് അബൌട്ട് അതർ കൾച്ചേഴ്സ്, ഈ ഡൈവേഴ്സിറ്റിയെ കുറിച്ച് അവർ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഇന്ത്യയിലാണെങ്കിൽ ഒരു ട്രഡീഷൻ ഓഫ് കൾച്ചറൽ അസിമിലേഷൻ ആണ് ഉള്ളത്. എംപതി എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ കൾച്ചറിനെ അവരുടെ പെർസ്പെക്റ്റീവ് നിന്ന് കാണുക, മനസ്സിലാക്കുക, ഡിഫറെൻറ്റ് വ്യൂ പോയിൻറ്റ്സ് മനസ്സിലാക്കുക, നാഷണൽ ഹാർമണിയെ പ്രൊമോട്ട് ചെയ്യുക. പിന്നെ ഇന്ത്യൻ സൊസൈറ്റിയുടെ കീ ഫീച്ചറാണ് ഡിഫറെൻറ്റ് റിലീജിയനെയും കൾച്ചറിനെയും അക്സെപ്റ്റ് ചെയ്യുക, ഒരു പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് നടത്തുക. പിന്നെ ഒരിക്കലും നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുത്, കാസ്റ്റ്, ക്ലാസ്, ക്രീഡ്, ജെൻഡർ, റിലീജിയനൊക്കെ ബേസ് ചെയ്തിട്ട് ഇക്വാലിറ്റിയും ജസ്റ്റിസും ഉറപ്പാക്കുക. മൾട്ടി കൾച്ചറൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എഡ്യൂക്കേഷനിൽ പല കൾച്ചറിനെയും റെപ്രസെൻറ്റ് ചെയ്യണം. അതിൻ്റെ ഹിസ്റ്ററീസ്, ടെക്സ്റ്റ്, വാല്യൂസ്, ബിലീഫ്സ്, പെർസ്പെക്റ്റീവ്സ് ഓഫ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഇൻക്ലൂഡ് ചെയ്യണം. ക്ലാസ് റൂം അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ കൾച്ചറൽ ഡൈവേഴ്സിറ്റിയെ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിൽ ലെസൺസ് നമുക്ക് മോഡിഫൈ ചെയ്യാം, ഡിഫറെൻറ്റ് കൾച്ചറൽ വ്യൂ പോയിൻറ്റ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. കൾച്ചർ എന്ന് പറയുന്നതിൽ റേസ്, എത്നിസിറ്റി, നാഷണാലിറ്റി, ലാംഗ്വേജ് വരും, റിലീജിയൻ, ക്ലാസ്, ജെൻഡർ, സെക്ഷൽ ഓറിയൻറ്റേഷൻ ആൻഡ് എക്സെപ്ഷനാലിറ്റി, സ്പെഷ്യൽ നീഡ്സ്, ഡിസേബിലിറ്റീസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ഇപ്പോൾ മൾട്ടി കൾച്ചറൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ഇക്വിറ്റി ഫോർ ഓൾ സ്റ്റുഡൻസ് എന്നുള്ളതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ആണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കൾച്ചറിൽ പെടുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു ബാരിയർ ഉണ്ട് ടുവേർഡ്സ് ദ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റി ആൻഡ് സക്സസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സ് എന്നുള്ള കുട്ടികളെ ഫോക്കസ് ചെയ്യുക, മോഡിഫൈ ചെയ്യുക അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യുക ഡിസ്ക്രിമിനേറ്ററി പോളിസീസ് ആൻഡ് പ്രാക്ടീസസ്, ഇൻക്ലൂസീവ് ടീച്ചിങ് മെത്തേഡ്സ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ റെക്കഗ്നൈസ് ചെയ്യേണ്ട കാര്യം സ്റ്റുഡൻസ് ലേണിംഗ് എന്ന് പറയുന്നത് അവരുടെ കൾച്ചറൽ ഐഡൻറ്റിറ്റിയും ഹെറിറ്റേജും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ്. ടീച്ചിങ് എന്ന് പറയുന്നത് വാല്യൂ ചെയ്യണം, റെസ്പെക്റ്റ് ചെയ്യണം ഡിഫറെൻറ്റ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സ്. അതായത് ഇപ്പോൾ അതിഥി തൊഴിലാളികൾ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ കേരളത്തിലൊക്കെ അവരുടെ എണ്ണം കൂടുതലാണ്, അവരുടെ കുട്ടികൾ നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ആസ് ടീച്ചേഴ്സ് ഇനി ആർ ഗോയിങ് ടു ഫേസ് ദം, നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ് അവർക്ക് അവരുടെ കൾച്ചറൽ ഐഡൻറ്റിറ്റിൻ്റെ ഹെറിറ്റേജ് ഉണ്ടതിനെ റെസ്പെക്റ്റ് ചെയ്യണം, അതിലെ ബാഡ് എലമെൻസിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഗോൾ എന്താണ്? ലേണിങ്ങിനെ ഇമ്പ്രൂവ് ചെയ്യുക, സക്സസ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഉറപ്പാക്കുക. അതുപോലെ തന്നെ അണ്ടർ റെപ്രസെൻറ്റഡ് ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജഡ് ഗ്രൂപ്പ്സിന് സ്പെഷ്യൽ ആയിട്ടുള്ള കെയർ കൊടുക്കുക. ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ചിൽ ടെക്സ്റ്റ്, മെറ്റീരിയൽസ്, എക്സാമ്പിൾസ് ഒക്കെ ഡിഫറെൻറ്റ് കൾച്ചേഴ്സിൽ നിന്ന് എടുക്കുക. ഇവിടെ പറയുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് അവരുടെ കൾച്ചറൽ എക്സ്പീരിയൻസിനെയും കൂടെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒന്നായിരിക്കണം. മൾട്ടി കൾച്ചറൽ എഡ്യൂക്കേഷൻ നമ്മൾ എന്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാം, എങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്ന് നോക്കുകയാണെങ്കിൽ ലേണിംഗ് കണ്ടന്റിൽ മൾട്ടിപ്പിൾ കൾച്ചറൽ പെർസ്പെക്റ്റീവ്സ് ആൻഡ് റെഫറൻസസ് വയ്ക്കുക. സ്റ്റുഡൻസിൻ്റെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സിനെ കുറിച്ച് ടീച്ചർ ഷുഡ് ബി അവെയർ. കൾച്ചറലി റിലവൻ്റ് ആയ കണ്ടന്റ് ഇൻകോർപ്പറേറ്റ് ചെയ്യുക. കുട്ടികളെ എൻകറേജ് ചെയ്യുക ടു ഷെയർ ദർ കൾച്ചറൽ എക്സ്പീരിയൻസ് ആൻഡ് ലേൺ അബൌട്ട് അതർ കൾച്ചർ. ക്രിട്ടിക്കൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ നമുക്കതിനെ ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്യാം. അവരുടെ കൾച്ചറിൽ ഏതെങ്കിലും ബയസ്ഡോ പ്രിജുഡീഷ്യൽ ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. കൾച്ചറൽ അസംഷൻസ് ടീച്ചിങ് മെറ്റീരിയൽസിലുണ്ടോ എന്നുള്ളത് എക്സാമിൻ ചെയ്യുക. മുൻവിധികളെ, ബയസിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ റിസോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ഇക്വിറ്റി, നോട്ട് ജസ്റ്റ് ഇക്വാലിറ്റി. റിസോഴ്സസ് നീഡിൻ്റെയും ഫെയർനെസ്സിൻ്റെയും കൂടെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ കൊടുക്കാം. ഇപ്പോൾ സ്റ്റുഡൻസ് ഇംഗ്ലീഷിൽ വീക്ക് ആണെങ്കിൽ അവർക്ക്
ബുക്ക് ഇൻ ഇംഗ്ലീഷ് മെയിൻ ബൈലിംഗൽ എഡ്യൂക്കേഷൻ കൊടുക്കാം, എക്സ്ട്രാ ഇൻസ്ട്രക്ഷണൽ സപ്പോർട്ട് കൊടുക്കാം. അക്കാദമിക് ഫെയിലിയറും ഡ്രോപ്പ് ഔട്ട് ഡ്യൂ ടു ലാംഗ്വേജ് ബാരിയേഴ്സ് ഒക്കെ കുറയ്ക്കാനായിട്ട് പറ്റും. ഇപ്പോൾ മൾട്ടി കൾച്ചർ എഡ്യൂക്കേഷൻ ഇക്വിറ്റി ആൻഡ് ഇൻക്ലൂഷനാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. റെസ്പെക്ട് ഫോർ ഡൈവേഴ്സിറ്റി, ബെറ്റർ ലേണിംഗ് ഔട്ട്കംസ് ഫോർ. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ചാപ്റ്റർ 10, സോഷ്യൽ കൺട്രോൾ. എന്താണ് സോഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ മെക്കാനിസംസ് ആൻഡ് പ്രോസസ്സസ് ദാറ്റ് റെഗുലേറ്റ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ. ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെക്കാനിസംസ് ആൻഡ് പ്രോസസ്സിനെയാണ് നമ്മൾ സോഷ്യൽ കൺട്രോൾ എന്ന് പറയാം. സോഷ്യൽ കൺട്രോളിലൂടെ നമ്മുടെ ഉദ്ദേശം എന്താണ്? കൺഫോമിറ്റി ആൻഡ് കംപ്ലയൻസ് വിത്ത് സോഷ്യൽ റൂൾസ്. നിലവിലുള്ള സോഷ്യൽ റൂൾസിനെ അനുസരിക്കുക, അത് തന്നെയാണ് നല്ലതെന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുക. കൺട്രോൾ ഓഫ് ഇൻഡിവിജ്വൽ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ സോഷ്യൽ കൺട്രോൾ നമ്മൾ ഒരു സമൂഹത്തിൻ്റെ വെൽഫെയറിനും ഇൻട്രസ്റ്റിനും വേണ്ടിയാണ് എക്സസൈസ് ചെയ്യുന്നത്. ഓർഡർ, യൂണിറ്റി ആൻഡ് ഹാർമണിയൊക്കെ ഉറപ്പാക്കുന്നുണ്ട്. സോഷ്യൽ കൺട്രോൾ ഇല്ലെങ്കിൽ സൊസൈറ്റിക്ക് പ്രോപ്പറായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ നേച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഈ ഇൻഫ്ലുവൻസ് പല രീതിയിൽ കൊടുക്കാം. പബ്ലിക് ഒപ്പീനിയൻ, ഫോഴ്സ്, സോഷ്യൽ ആൻഡ് റിലീജിയസ് ഓർഗനൈസേഷൻ. ഇത് പല ഇൻസ്റ്റിറ്റ്യൂഷൻസും എക്സസൈസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഫാമിലി, സ്കൂൾ, സ്റ്റേറ്റ്, റിലീജിയൻ, ക്ലബ്സ് ആൻഡ് നൈബർഹുഡ്. സോഷ്യൽ വെൽഫെയറിനെയും ഗ്രൂപ്പ് ഇൻട്രസ്റ്റ്, സോഷ്യൽ യൂണിറ്റി ഒക്കെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് റൂൾസ്, റെഗുലേഷൻ ആൻഡ് ബിഹേവിയർ പാറ്റേൺസ് ഒക്കെ വരാം. അപ്പോൾ ഒരു എക്സ്പെക്റ്റഡ് ബിഹേവിയർ ഇൻ സൊസൈറ്റീനെയാണ് നമ്മൾ സോഷ്യൽ കൺട്രോളിലൂടെ അച്ചീവ് ചെയ്യുന്നത്. സോഷ്യൽ കൺട്രോളിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് നോക്കുകയാണെങ്കിൽ ഒന്ന് FE ലൂംലീസ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ അദ്ദേഹം പറയുന്നത് സൊസൈറ്റി അല്ലെങ്കിൽ സോഷ്യൽ കൺട്രോളിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം രണ്ടായിട്ട്. ഒന്ന് ബേസ്ഡ് ഓൺ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? ഫിസിക്കൽ കൺട്രോൾ. ബേസ്ഡ് ഓൺ സിംബൽസ്, അത് നോൺ ഫിസിക്കൽ കൺട്രോൾ. അപ്പോൾ ഈ സിംബോളിക് മെത്തേഡ്സ് എഫക്റ്റീവ് ആണ്. ലൈക്ക് റിവാർഡ്സ്, പ്രൈസ്, ഫ്ലാറ്ററി, ഒരാളെ പുകഴ്ത്തുക, എഡ്യൂക്കേഷൻ ആൻഡ് പെർസ്യൂഷൻ, ഗോസിപ്പ്, സറ്റയർ, ക്രിറ്റിസിസം, പ്രൊപ്പഗണ്ട, ഇതൊക്കെ സോഷ്യൽ കൺട്രോളിന് വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് ആണ്. അടുത്തത് CC ഹെയ്സ് ക്ലാസിഫിക്കേഷൻ. ഇദ്ദേഹം പറയുന്ന 2 ടൈപ്സ് ഓഫ് കൺട്രോൾ ഉണ്ട്. ഒന്ന് കൺട്രോൾ ബൈ സാങ്ഷൻസ്, റിവാർഡ്സ്, പണിഷ്മെൻറ്റ്സ് കൊടുക്കുക, അല്ലെങ്കിൽ സജഷൻ ആൻഡ് ഇമിറ്റേഷൻ. ഇവിടെ കൾച്ചർ, എഡ്യൂക്കേഷൻ ആണ് ഏറ്റവും ഇഫക്റ്റീവ് മീൻ ഓഫ് സോഷ്യൽ കൺട്രോൾ. കാൾ മാൻഹെയിംസ് ക്ലാസിഫിക്കേഷൻ ഡയറക്റ്റ് സോഷ്യൽ കൺട്രോൾ ആണ്. കൺട്രോൾ എക്സസൈസ്ഡ് ബൈ പീപ്പിൾ ഇൻ ക്ലോസ് കോണ്ടാക്ട്. നമുക്ക് ക്ലോസ് കോണ്ടാക്റ്റിലുള്ള ആളുകളാണ് കൺട്രോൾ ചെയ്യുന്നത്. ഫാമിലി, നൈബർഹുഡ് ആൻഡ് പിയർ ഗ്രൂപ്പ്. ഇൻഡയറക്റ്റ് വരുന്നത് സൊസൈറ്റൽ ഫാക്ടേഴ്സ് ആണ്. കസ്റ്റംസ്, ട്രഡീഷൻസ്, ലോസ് ആൻഡ് ഒപ്പീനിയൻസ്. കിംബൽ യങ്ങിൻ്റെ ഇതിൽ പോസിറ്റീവ് സോഷ്യൽ കൺട്രോൾ ഉണ്ട്. നമ്മൾ റിവാർഡ്സും ഇൻസെൻറ്റീവ്സും കൊടുക്കുക, എന്നിട്ട് നോംസ് ഫോളോ ചെയ്യാൻ വേണ്ടി ആളുകളെ എൻകറേജ് ചെയ്യാം. അതിന് എക്സാമ്പിളാണ് പ്രൈസ്, റെസ്പെക്ട്, റെക്കഗ്നീഷൻ ആൻഡ് ഫെയിം. നെഗറ്റീവിൽ പണിഷ്മെൻറ്റും ഫിയറും ആണ്. റോങ് ബിഹേവിയറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ. ക്രിറ്റിസിസം, പണിഷ്മെൻറ്റ്, ഡിഫമേഷൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേര് കെടുത്തുക, സെൽപ്പേര് കെടുത്തുക. അടുത്തത് ബെർണാർഡ്സ് ക്ലാസിഫിക്കേഷൻ. ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ് ആൻഡ് അപ്ലൈഡ് ആണ്. കോൺഷ്യസ് സോഷ്യൽ കൺട്രോൾ. ഇതിൽ വരുന്നതാണ് ലോ എഡ്യൂക്കേഷൻ, പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് കൊയഷൻ, ഫോഴ്സ് യൂസ് ചെയ്യുക. അടുത്തതാണ് അൺകോൺഷ്യസ് സോഷ്യൽ കൺട്രോൾ. ഇത് നാച്ചുറലി ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഇതിനാണ് എക്സാമ്പിൾ കസ്റ്റംസ്, ട്രഡീഷൻസ് ആൻഡ് കൺവെൻഷൻസ്. ഇവിടെ മൊത്തം പല ആളുകൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് മീൻസ്. കൺസ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സോഷ്യൽ ചേഞ്ച് ആണ്. ലോ, എഡ്യൂക്കേഷൻ, സോഷ്യൽ റിഫോം ആൻഡ് നോൺ വയലൻറ്റ് മെത്തേഡ്സ്. ഡിസ്ട്രക്റ്റീവ് പറഞ്ഞാൽ ഫോഴ്സ് അല്ലെങ്കിൽ റിപ്രഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. പണിഷ്മെൻറ്റ്, ഇൻറ്റിമിഡേഷൻ ആൻഡ് റിപ്രഷൻ. ഇപ്പോൾ കീ കൺക്ലൂഷൻ ഇതിൽ എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ സോഷ്യൽ കൺട്രോൾ നമ്മൾ ഓർഡർ ആൻഡ് ഡിസിപ്ലിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോഷ്യൽ സ്റ്റെബിലിറ്റി ഉറപ്പാക്കുന്നുണ്ട്. യൂണിറ്റി ആൻഡ് വെൽഫെയറിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ടൈപ്പ് ഓഫ് സോഷ്യൽ കൺട്രോൾ പറയാൻ നോക്കുകയാണെങ്കിൽ സോഷ്യൽ കൺട്രോളിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഇൻഫോർമൽ മീൻസും ഫോർമൽ മീൻസും. ഇൻഫോർമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത് എന്താണ്? ഡെവലപ്സ് നാച്ചുറലി വിത്തിൻ സൊസൈറ്റിയാണ്. പ്രത്യേകിച്ചൊരു ഫോർമൽ ഏജൻസി ഒന്നും വേണ്ട. ഇത് ബേസ് ചെയ്തിട്ടുള്ളത് കസ്റ്റംസ്, ട്രഡീഷൻസ്, റിലീജിയൻ, ഫോക്വേസ് ആൻഡ് റെഡിക്യൂൾ മീൻസ് കളിയാക്കാം. അപ്പോൾ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഈ ഹ്യൂമൻ ലൈഫിൻ്റെ എല്ലാ ആസ്പെക്റ്റിനുമാണ്. ഫുഡ് ഹാബിറ്റ്സ്, മാരേജ് റൂൾസ്, റെസ്പെക്ട് ഫോർ എൽഡേഴ്സ്, സോഷ്യൽ പ്രാക്ടീസസ്. പിന്നെ സോഷ്യൽ സജഷൻസ് എന്ന് പറഞ്ഞാൽ പവർഫുൾ ഇൻഡയറക്റ്റ് മീൻസ് ഓഫ് കൺട്രോൾ ആണ്. ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഒരാളുടെ ബിഹേവിയറിനെയാണ് ത്രൂ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻസ്പിറേഷൻ. മെത്തേഡ്സ് ഓഫ് സോഷ്യൽ സജഷൻ നോക്കുകയാണ് നമുക്ക് ഗ്രേറ്റ് ലീഡേഴ്സിൻ്റെ ലൈഫ് എക്സാമ്പിൾസ് കൊടുക്കാം. ഗാന്ധി, നെഹ്റു. ലിറ്ററേച്ചർ, ബുക്സ്, ജേർണൽസ്, ന്യൂസ് പേപ്പേഴ്സ്. ഹീറോയിസത്തിനെയും നാഷണൽ ഫീലിങ്സിനെയൊക്കെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി ബിലീഫ്സ്, ആറ്റിറ്റ്യൂഡ്സ് ഷേപ്പ് ചെയ്യാം. എഡ്യൂക്കേഷൻ, ഡിസിപ്ലിൻ ആൻഡ് വാല്യൂസ്. അഡ്വർടൈസ്മെൻറ്റ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിഹേവിയർ ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാം. കോൺഷ്യസ് അല്ലെങ്കിൽ അൺകോൺഷ്യസ്, ഇൻറ്റൻഷണൽ അല്ലെങ്കിൽ അൺഇൻറ്റൻഷണൽ ആയിട്ടൊക്കെ കൊടുക്കാം. അതുപോലെ തന്നെ മീഡിയയും ഒരു ഇൻഫ്ലുവൻസിങ് ഫാക്ടറാണ്. ഐഡിയോളജി എന്ന് പറയുന്നത് ഇറ്റ്സ് എ തിയറി ഓഫ് സോഷ്യൽ ലൈഫ് ദാറ്റ് എക്സ്പ്ലെയിൻസ് ആൻഡ് ജസ്റ്റിഫൈസ് സർട്ടൻ ഐഡിയാസ്. ഏതെങ്കിലും ഒരു ഐഡിയനെ എക്സ്പ്ലെയിൻ ചെയ്യുക, ജസ്റ്റിഫൈ ചെയ്യുക, അതൊരു സോഷ്യൽ ലൈഫിനെ കുറിച്ചുള്ള ഒരു തിയറിയാണ്. അപ്പോൾ ഐഡിയൽസും വാല്യൂസ് ബിഫോർ സൊസൈറ്റിയാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഐഡിയോളജീൻ്റെ എക്സാമ്പിളാണ് ലെനിനിസം, ഗാന്ധിസം, അംബേദ്കറിസം. നമ്മുടെ സോഷ്യൽ ലൈഫിനെ ഡീപ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ആൻഡ് ബിലീഫ്സ് കൊടുക്കുന്നുണ്ട്. സോഷ്യൽ ആക്ഷനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ലൈഫിനെ മീനിങ് ഫുൾ ആക്കുന്നുണ്ട്. സൊസൈറ്റിക്ക്
പലപ്പോഴും കോൺഫ്ലിക്റ്റ് ഓഫ് ഐഡിയോളജീസ് ചില സമയത്ത് ഫേസ് ചെയ്യുന്നത്. ഇപ്പോൾ ക്യാപിറ്റലിസം ആൻഡ് കമ്മ്യൂണിസം രണ്ടും ഐഡിയോളജീസ് ആണ്, പക്ഷെ ഒപ്പോസിങ് ഐഡിയോളജീസ് ആണ്. ഇപ്പോൾ ഒരു ഐഡിയോളജിയുടെ സക്സസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കംപ്ലീറ്റ്നെസ് ആൻഡ് കൊഹറൻസ് എത്രത്തോളം മനസ്സിലാക്കുന്നു, അതിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള വിഷൻ, കൺസിസ്റ്റൻസി ആൻഡ് എബിലിറ്റി ടു ഫേസ് ക്രിറ്റിസിസം. അടുത്താണ് ഫോക്വേസ്. ഫോക്വേസ് എന്ന് പറയുന്നത് അക്സെപ്റ്റഡ് മോഡ്സ് ഓഫ് എവറി ഡേ ബിഹേവിയർ, നമ്മൾ ദിവസവും ചെയ്യുന്ന ബിഹേവിയറിൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ളതിനാണ്. ഇത് സ്പോണ്ടേനിയസ് ആയിട്ടും അൺകോൺഷ്യസ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്, പിന്നീട് ഒരു കോമൺ ഗ്രൂപ്പിൻ്റെ ഹാബിറ്റ്സ് ആയിട്ട് മാറാണ്. അപ്പോൾ ഇത് സോഷ്യലി അപ്രൂവ്ഡ് ആണ്, ഒരു ട്രഡീഷണൽ അതോറിറ്റി ഉണ്ട്, നമുക്ക് ഡിഫിക്കൽട്ട് ടു വയലേറ്റ് ആണ്. ഇതിനെ മാറ്റിമറിക്കുക അല്ലെങ്കിൽ ഇതിനെ ഇത് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഫൗണ്ടേഷൻ ഓഫ് കൾച്ചറാണ്. ഇപ്പോൾ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? സോഷ്യലി നമ്മൾ ഡിസപ്രൂവൽ ആവും. ഇപ്പോൾ ചിലപ്പം ഒരു ഡിവോഴ്സ് ഒക്കെ ചെയ്യുന്നത് ഒരു പക്ഷേ ഇതിനൊരു എക്സാമ്പിളാണ് ഒരു സോഷ്യൽ ഡിസപ്രൂവലിനുള്ളത്. ബോയ്ക്കോട്ട് ചെയ്യപ്പെടാം, എക്സ്ക്ലൂഡ് ചെയ്യപ്പെടാം ചിലപ്പോൾ ഫ്രം ദ ഗ്രൂപ്പ്. ഇനി എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ഡ്രസ് കോഡ്സ്, ഫുഡ് ഹാബിറ്റ്സ്, ബ്രാഹ്മിൻസ് നോട്ട് ടേക്കിംഗ് മീറ്റ്, ജെയിൻസ് നോട്ട് ടേക്കിംഗ് കേർഡ്. അപ്പോൾ ഇങ്ങനെയുള്ള സോഷ്യൽ പ്രാക്ടീസസ് ഒക്കെ വരാം. അപ്പോൾ ഇതിനൊരു സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഓൺ ബിഹേവിയർ ആൻഡ് സൊസൈറ്റീസ് ഉണ്ട്. അടുത്തതാണ് മൂഡ്സ് ഓർ മോഡ്സ്. മോഡ്സ് എന്ന് പറഞ്ഞാൽ ഫോക്വേസ് തന്നെയാണ്, വിച്ച് ആർ കൺസിഡേർഡ് ബൈ ദ ഗ്രൂപ്പ് ടു ബി ഓഫ് ഗ്രേറ്റ് സിഗ്നിഫിക്കൻസ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ കൺസിഡർ ചെയ്യുന്നതാണ്. വെൽഫെയർ ഓഫ് ദ സൊസൈറ്റിക്ക് ഇതിനെ ഇൻഡിസ്പെൻസിബിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദിസ് ഈസ് ബൈൻഡിങ് ആൻഡ് ഒബ്ലിഗേറ്ററി ദാൻ ഓർഡിനറി ഫോക്കസ്. ഇപ്പോൾ ഓർഡിനറി ഫോക്കസ് ചിലപ്പോൾ ചിലതൊക്കെ നമുക്ക് വേണ്ടാന്ന് വെച്ചാലോ ചെയ്യാതെ വെച്ചാലോ പ്രശ്നമില്ല, പക്ഷേ ഇത് ഭയങ്കര കമ്പൽസറി ആണ്. ഡയറക്ട്ലി ലിങ്ക്ഡ് ടു ദ ഫണ്ടമെൻ്റൽ നീഡ്സ് ഓഫ് ദ സൊസൈറ്റി. ഒരു ഗ്രൂപ്പിൻ്റെ സെൻസ് ഓഫ് റൈറ്റ് ഓം റോങ്ങിനെ ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. വാല്യൂ ജഡ്ജ്മെൻറ്റ് വരുന്നുണ്ട് അബൌട്ട് ബിഹേവിയർ ആൻഡ് ഡിറ്റർമൈൻ എന്താണ് മോറലി അക്സെപ്റ്റബിൾ. ഒരു ഹ്യൂമൻ ബിഹേവിയറിനെ ഷേപ്പ് ചെയ്യുന്നുണ്ട്, സോഷ്യൽ വെൽഫെയർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, മോറൽ ഡിസിപ്ലിൻ ഉറപ്പാക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻഡിവിജ്വൽസിനെ ചില കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പവർഫുൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് സോഷ്യൽ കൺട്രോൾ ആണ്. അപ്പോൾ ഇതിൽ ന്യൂമറസ് മോഡ്സ് ഉണ്ട്, ലൈക്ക് മോണോഗമി, എൻഡോഗമി, പ്രൊഹിബിഷൻ, സെയിം കാസ്റ്റ് പെട്ട ആളുകൾ തന്നെ കല്യാണം കഴിക്കുക, ചില മതത്തിൽ തന്നെ പെട്ടവരെ കല്യാണം കഴിക്കുക, ആൻറ്റി സ്ലേവറി പ്രാക്ടീസസ് ഒക്കെ ഇത്തരത്തിലുള്ള ചില മൂഡ്സ് ആണ്. ഇത് പാലിക്കുക എന്നുള്ളത് എല്ലാ മെമ്പർ ഓഫ് ദ സൊസൈറ്റിക്കും ആവശ്യമാണ്. പിന്നെ ഇതിനെ കോൺട്രാഡിക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ബിഹേവിയർ ഒരിക്കലും പെർമിറ്റ് ചെയ്യുന്നില്ല, അതിനെ സ്ട്രോങ്ലി ആയിട്ട് തന്നെ ഒപ്പോസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ചില ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ഹാംഫുൾ ടു ആൻ ഇൻഡിവിജ്വൽസ് ഫിസിക്കൽ വെൽബീങ് ആയിരിക്കും, പക്ഷേ സോഷ്യൽ പ്രഷർ കൊണ്ട് അത് ചിലപ്പോൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ദേ കൺട്രോൾ ഹ്യൂമൻ ബിഹേവിയർ ടു എ വെരി ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്. ഇനി കസ്റ്റംസ് എന്ന് പറഞ്ഞാൽ ലോങ് എസ്റ്റാബ്ലിഷ്ഡ് ഹാബിറ്റ്സ് ആൻഡ് യൂസേജസ് ഓഫ് ദി പീപ്പിൾ ആണ്. ഇതും ഫോക്വേസ് ആൻഡ് മൂഡ്സ് ഒക്കെ ഇതിലും വരാം. വിച്ച് ഹാവ് പെർസിസ്റ്റഡ്, കുറേ കാലങ്ങളായി നിൽക്കുന്നതാണ്. ഇപ്പോൾ കസ്റ്റം എന്ന് പറയുന്നത് ഒരു ജനറേഷൻ മറ്റൊരു ജനറേഷനിൽ കൊടുക്കുന്നു, സ്പോണ്ടേനിയസ് ആയിട്ടും ഗ്രാജുവലായിട്ടും വരുന്ന ഒന്നാണ്. ഇതിന് ഫോമർ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂട്ടഡ് അതോറിറ്റി ഇല്ല അത് ക്രിയേറ്റ് ചെയ്യാനോ എൻഫോഴ്സ് ചെയ്യാനോ. അത് ഫോളോ ചെയ്യുന്നുണ്ട്, കാരണം അത് അക്സെപ്റ്റഡ് ആണ്, പ്രാക്ടീസ്ഡ് ആണ്, പവർഫുൾ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ തന്നെയാണ്. പക്ഷേ അവരെ നമുക്ക് ഒരിക്കലും മിനിമൈസ് ചെയ്യാൻ പറ്റില്ല, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മുടെ ബിഹേവിയർ റെഗുലേറ്റ് ചെയ്യുന്ന ഒന്നാണ്. സോഷ്യൽ ലൈഫിനെ ഒരു എക്സ്റ്റെൻഡ് വരെ അത് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, ആളുകളെ ഒന്നിപ്പിക്കുന്നുണ്ട്, സെൽഫിഷ് ഇമ്പൾസസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, സോഷ്യൽ ഓർഡർ ആൻഡ് യൂണിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കസ്റ്റംസ് ആണ് ആളുകൾ ഒരു അക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ് ബിഹേവിയർ പെർഫോം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നത്. പിന്നെ ഇവരെയും പവിത്രമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്, സേക്രഡ് ആണ്, വയലേഷൻ ഒരു ക്രൈമാണ്, പിന്നെ ഇറ്റ് മേ ഈവൻ ബി റിഗാർഡഡ് ആസ് എ സാക്രിലേജ്. പിന്നെ പ്രിമിറ്റീവ് സൊസൈറ്റീസിലൊക്കെ ആണെങ്കിൽ കസ്റ്റംസ് ആണ് ആക്ട് ചെയ്യുന്നത് ആസ് എ മെയിൻ ഏജൻസീസ് ഓഫ് സോഷ്യൽ കൺട്രോൾ. റിലീജിയൻ ഒരു പവർഫുൾ ഏജൻസി ഓഫ് സോഷ്യൽ കൺട്രോൾ ആണ്, ഹ്യൂമൻ ബിഹേവിയർ ഇൻ സൊസൈറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇതൊരു ആറ്റിറ്റ്യൂഡാണ് ടുവേർഡ്സ് സൂപ്പർ ഹ്യൂമൻ പവേഴ്സ് ആൻഡ് ബിലീഫ് ഇൻ പവേഴ്സ് സുപ്പീരിയർ ടു മെൻ. മനുഷ്യനും അതീതമായിട്ടുള്ള ചില പവർ ഉണ്ട്, അതിലുള്ളൊരു വിശ്വാസമാണ്. ഇപ്പോൾ റിലീജിയൻ പല ഫോംസിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ലൈക്ക് സൂപ്പർസ്റ്റിഷൻ, അനിമിസം, അനിമലിനെ ദൈവമായിട്ട് കാണുന്നത്, ടോട്ട്മിസം, മാജിക് ആൻഡ് റിച്വലിസം, ഫെറ്റിഷിസം. റിലീജിയൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ സൊസൈറ്റിയിലും നമുക്ക് കാണാം, ഫോംസ് ആൻഡ് പ്രാക്ടീസസ് മാത്രമേ മാറുള്ളൂ. മെനി സൊസൈറ്റി, ഇപ്പോൾ ഹിന്ദു സൊസൈറ്റിയിലാണെങ്കിൽ സെറമണീസിനും റിച്വൽസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. റിച്വൽസ് ജനിക്കുമ്പോൾ, കല്യാണം, മരണം, ഇതിനൊക്കെ ഉണ്ട്. മന്ത്രാസൊക്കെ റിസൈറ്റ് ചെയ്യുന്നുണ്ട്, ഈവൺ ഇഫ് പീപ്പിൾ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ദെയർ മീനിങ്, അർത്ഥം എന്ന് അറിയില്ലെങ്കിലും ജപിച്ചു വിടുന്നുണ്ട്. റിലീജിയൻ ഒരു സ്ട്രോങ് കൺട്രോളിങ് ഫോഴ്സ് ആണ്, ബിഹേവിയറിനെ ഗൈഡ് ചെയ്യുന്നുണ്ട് ത്രൂ മോറൽ ടീച്ചിങ്. ഇപ്പോൾ ചിൽഡ്രൻ അവരുടെ പാരൻസിനെ ഒബേ ചെയ്യണം, നുണ പറയരുത്, ചീറ്റ് ചെയ്യരുത്, ഓണസ്റ്റ് ആയിരിക്കണം, വിർച്വസ് ആയിരിക്കണം, സെൽഫ് കൺട്രോൾഡ് ആയിരിക്കണം, ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസിനൊക്കെ റിനൗൺസ് ചെയ്യണം, തള്ളിക്കളയണം, നല്ല കാര്യങ്ങൾ ചെയ്യണം. ഇതെല്ലാ റിലീജിയനിലും ഒരുപോലെ തന്നെ
പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളാണ്. റിലീജിയൻ എന്ന് പറയുന്നത് ബെനവലൻസ്, ബെനഫിറ്റ്, ചാരിറ്റി, ട്രൂത്ത്ഫുൾനെസ്, പേഷ്യൻസ് ആൻഡ് ടോളറൻസിനൊക്കെ ഇതാക്കുന്നുണ്ട്. പക്ഷേ റിലീജിയന് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കാം, ഡോഗ്മാറ്റിസത്തെ പ്രോത്സാഹിപ്പിക്കാം, പിന്നെ ബ്ലൈൻഡായിട്ട് ഒബേ ചെയ്യണം, ഈ കണ്ടീഷൻസൊക്കെ അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറയുന്ന റിലീജിയനുണ്ട്. ഫ്രീഡം ഓഫ് തോട്ടിനെ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചില കേസസിൽ റിലീജിയൻ പവേർട്ടി, എക്സ്പ്ലോയിറ്റേഷൻ, ഐഡിയൽനെസ്സിനെ വെറുതെ ഇരിക്കുന്നതിനൊക്കെ എൻകറേജ് ചെയ്യുന്നുമുണ്ട്. അതുപോലെ തന്നെ ചില ഹാംഫുൾ പ്രാക്ടീസസ് ഉണ്ട്. അൺടച്ചബിലിറ്റി, കമ്മ്യൂണലിസം, മറ്റൊരു മതത്തിനോടോ മറ്റൊരു കമ്മ്യൂണിറ്റിയോടുള്ള വെറുപ്പ്, സ്ലേവറി ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന റിലീജിയനും ഉണ്ട്. അടുത്താണ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. ഇതും ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ ആണ്. ഹ്യൂമൻ തോട്ട്സ് ആൻഡ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പെയിൻറ്റിങ്, സ്കൾപ്ചർ, ആർക്കിടെക്ചർ, മ്യൂസിക്, ഡാൻസ് ഒക്കെ വരുന്നുണ്ട്. ലിറ്ററേച്ചറിലാണെങ്കിൽ പോയട്രി, ഡ്രാമ, ഫിക്ഷൻ. ആർട്ടും ലിറ്ററേച്ചറും ഇമാജിനേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ആറ്റിറ്റ്യൂഡ്, ഇമോഷൻസിനെ ഷേപ്പ് ചെയ്യുന്നുണ്ട്, ബിഹേവിയറിനെ ഗൈഡ് ചെയ്യുന്നുണ്ട്, അവർ കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഫീലിംഗ്സ്, വാല്യൂസ് ആൻഡ് ഐഡിയൽസ്, സോഷ്യലി അക്സെപ്റ്റബിൾ കണ്ടക്റ്റിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മിലിറ്ററി, മ്യൂസിക്, സ്ട്രെങ്ത്തും കറേജും ഡിറ്റർമിനേഷനും വേണ്ടി, ക്ലാസിക്കൽ ഡാൻസ്, പെയിൻറ്റിങ്സ് ആൻഡ് ലിറ്ററേച്ചർ ഒക്കെ സിമ്പതി, അഫെക്ഷൻ, മോറൽ അവയർനെസ്സിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ട് ബിറ്റ്വീൻ ആർട്ട് ആൻഡ് നാഷണൽ ലൈഫ്. ലെവൽ ഓഫ് സിവിലൈസേഷൻ ഒരു സൊസൈറ്റി എത്രത്തോളം അച്ചീവ് ചെയ്തു എന്നുള്ളത് അതിൻ്റെ ആർട്സ് ആൻഡ് ലിറ്ററേച്ചറിലൂടെ നമുക്ക് കാണാം. അപ്പോൾ ആർട്ടിസ്റ്റുകളും പലപ്പോഴും ഏജൻസ് ഓഫ് സിവിലൈസേഷൻ ആണ്. കാരണം അവർക്കും സോഷ്യൽ വാല്യൂസിനെയും ബിഹേവിയറിനെയും ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റും. ലിറ്ററേച്ചറിനും ഹ്യൂമൻ ബിഹേവിയറിൽ ഒരു സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഉണ്ട്. നമ്മൾ ഗുഡ് ലിറ്ററേച്ചർ, ബാഡ് ലിറ്ററേച്ചർ എന്നൊക്കെ പറയും. ഗുഡ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ടൈംലെസ് ക്വാളിറ്റിയാണ്. സൊസൈറ്റിയെ ഒരുപാട് കാലങ്ങളായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. രാമായണ, ഭഗവത്ഗീത, മഹാഭാരത, ഇതിനെല്ലാം ഗ്രേറ്റ് സോഷ്യൽ ആൻഡ് മോറൽ വാല്യൂവും ഉണ്ട്. പിന്നെ ഡിക്റ്റേറ്റീവ് ലിറ്ററേച്ചർ ഉണ്ട്. ക്രിമിനൽ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. റൊമാൻറ്റിക് ലിറ്ററേച്ചർ ഇമോഷണൽ പാഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. റിലീജിയസ് ലിറ്ററേച്ചർ വിർച്വസ് ആവാൻ ചില സമയത്ത് അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കാം. പിന്നെ ലിറ്ററേച്ചറിന് ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സും ഉണ്ട്. ഇപ്പോൾ റൂസോൻ്റെ റൈറ്റിംഗ്സ് ആണ് ഫ്രഞ്ച് റവല്യൂഷനെ ഇൻസ്പയർ ചെയ്തത്. ചാൾസ് ഡിക്കൻസിൻ്റെ റൈറ്റിംഗ്സ് ആണ് ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ തന്നെ റീഫോം ചെയ്തത് ത്രൂ ദ വർക്ക്സ് ലൈക്ക് ഡേവിഡ് കോപ്പർഫീൽഡ്. സോ ആർട്ടും ലിറ്ററേച്ചറും ഒരു സൊസൈറ്റിയെയും കൺട്രോൾ ചെയ്യുന്നുണ്ട് ബൈ ഇൻഫ്ലുവൻസിങ് ഹ്യൂമൻ ഇമാജിനേഷൻ ആൻഡ് തിങ്കിങ്. ഹ്യൂമർ ആൻഡ് സറ്റയർ. ഹ്യൂമറും ഒരു സോഷ്യൽ കൺട്രോളിന് വേണ്ടിയിട്ടുള്ള ഒരു വേ ആണ്. സിറ്റുവേഷനും പർപ്പസും അനുസരിച്ചിട്ടാണ് ഇത് ഇരിക്കുന്നത്. ഹ്യൂമറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടെൻഷൻ, ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലെ ടെൻഷനൊക്കെ റിലീവ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഫേവറബിൾ റെസ്പോൺസസ് ഫ്രം പീപ്പിൾ കിട്ടാൻ വേണ്ടി നമുക്കിത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ചിലപ്പോൾ ഹ്യൂമർ ഒരാളെ കളിയാക്കാനോ ഇൻസൾട്ട് ചെയ്യാനോ റിഡിക്യൂൾ ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. ഇപ്പോൾ ഹ്യൂമർ വർക്ക്സും ഒരു കൺട്രോളിങ് ഫോഴ്സ് ആണ്. കാരണം അക്സെപ്റ്റഡ് വാല്യൂസ് ഓഫ് സൊസൈറ്റി അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആളുകളെ ലൈറ്റായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്ന രീതികളാണ് കാർട്ടൂൺസ്, കൊമിക്സ്, റിപ്പോർട്ട്സ് ആൻഡ് മീഡിയ. സറ്റയർ ഒരു സ്ട്രോങ് ഫോം ഓഫ് ഹ്യൂമർ ആണ്. ഇവിടെ വിറ്റും ക്രിറ്റിസിസം ആണ്. റോങ് ബിഹേവിയറിനെ ഇവിടെ എക്സ്പോസ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഡേഞ്ചേഴ്സ് ഓഫ് ഹാംഫുൾ ആക്ഷൻസിനെ കുറിച്ചൊക്കെ അത് കാണിക്കുന്നുണ്ട്. ഒരാളെ അവരുടെ ബിഹേവിയർ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്ട്രോങ്ങസ്റ്റ് മീൻസ് ആണ്. ഇത് ഒരു ഭയങ്കര ഇൻഫ്ലുവൻസ് തന്നെ ഇതിനുണ്ട്. ബിക്കോസ് ഈ സൊസൈറ്റിയിൽ പീപ്പിൾ നോ ഈച്ച് അതർ പേഴ്സണലി. ഇപ്പോൾ ഒരു പബ്ലിക് ഒപ്പീനിയനെതിരെ പറയാന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. പബ്ലിക് ഒപ്പീനിയനാണ് പലപ്പോഴും ആളുകൾ ഭയപ്പെടുന്ന ഒന്നാണ്. കാരണം ക്രിറ്റിസിസം, റെഡിക്യൂൾ, സോഷ്യൽ ഡിസപ്രൂവലൊക്കെ വരാം. അപ്പോൾ പീപ്പിൾ ഇമ്മോറൽ ആൻഡ് ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് അവോയ്ഡ് ചെയ്യാനുള്ളൊരു കാര്യം പബ്ലിക് ഒപ്പീനിയനാണ്. അപ്പോൾ എല്ലാ ഇൻഡിവിജ്വലിനും ഡിസൈഡ്സ് ഉണ്ട്. എന്താണ് പബ്ലിക് എന്നെ അക്സെപ്റ്റ് ചെയ്യണം, ഞാൻ അവിടെ അറിയപ്പെടണം, എന്നെ അവർ പ്രകീർത്തിക്കണം എന്നുള്ളതെല്ലാം. അപ്പോൾ പലപ്പോഴും മറ്റൊരാഗ്രഹമാണ് പബ്ലിക് ക്രിറ്റിസിസം, റിജക്ഷനും അവോയ്ഡ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഹ്യൂമൻ ബീങ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ളവർ നമ്മളെ വാല്യൂ ചെയ്യണം, നമുക്ക് അപ്രൂവൽ കിട്ടണം ഫ്രം ദ സൊസൈറ്റി എന്നുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ സോഷ്യൽ നോംസൊക്കെ ഈ ഒരു പേരിനും പ്രശസ്തിക്കും വേണ്ടി ഫോളോ ചെയ്യാറുണ്ട്. പല ആക്ഷൻസും അവോയ്ഡ് ചെയ്യാറുണ്ട്. കാരണം പബ്ലിക്കിൻ്റെ മുന്നിൽ നമ്മൾ നാണം കെടുമല്ലോ എന്ന് ഓർത്തിട്ട്. പബ്ലിക് ഒപ്പീനിയനും ഒരു പവർഫുൾ ഫോഴ്സ് ആണ് ദാറ്റ് റെഗുലേറ്റ്സ് ബിഹേവിയർ ഇൻ ദ സൊസൈറ്റി. അടുത്തത് ഫോർമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ. ഫോർമൽ മീൻസിൽ വരുന്നതാണ് ലോ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർമൽ മീൻസ് ആണ്. ഇപ്പോൾ ഏർലി സൊസൈറ്റീസൊക്കെ ഇൻഫോർമൽ മീൻസിലൂടെയാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ സൊസൈറ്റീസ് കുറച്ചും കൂടെ ലാർജറായി, കോംപ്ലക്സ് ആയി. അപ്പോൾ ഫോർമൽ റൂൾസ് എന്ന് പറയുന്നത് ഒരു ആവശ്യമായി മാറും. ഇപ്പോൾ റൂൾസും റെഗുലേഷൻസും ഏതെങ്കിലും ഒരു ഓതറൈസ്ഡ് ബോഡി ആയിരിക്കും ഫോർമുലേറ്റ് ചെയ്യുക. എന്താണ് അക്സെപ്റ്റബിൾ ബിഹേവിയർ, എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നുണ്ട്. ഇപ്പോൾ ലോ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഇൻഫോഴ്സ് ചെയ്യുന്ന ഒന്നാണ്. ഡിസൊബീഡിയൻ്റ് ആവുകയാണെങ്കിൽ അതനുസരിക്കുന്നില്ലെങ്കിൽ പണിഷ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ മോഡേൺ സൊസൈറ്റിയിൽ ഇൻഫോർമൽ മീൻസ് മാത്രം പോരാ ഒരു ഓർഡർ നിലനിർത്താൻ. അതുകൊണ്ട് തന്നെ ഫോർമൽ സിസ്റ്റംസ് ലൈക്ക് ലോയിൽ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫോർമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോളിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് വേ ആണ് അലോങ് വിത്ത് ലോ. ഇവിടെ ഒരു പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ ഉണ്ട് വിച്ച് ആർ പ്രിപ്പയറിംഗ് ദി ഇൻഡിവിജ്വൽസ് ഫോർ സോഷ്യൽ ലൈഫ്. എഡ്യൂക്കേഷൻ പ്രോപ്പർ ആറ്റിറ്റ്യൂഡും വാല്യൂവും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റോങ് ആയിട്ടുള്ള ബിലീഫും സൂപ്പർസ്റ്റിഷൻസിനും കറക്റ്റ് ചെയ്യുന്നുണ്ട്. മുൻവിധികളെയൊക്കെ മാറ്റുന്നുണ്ട്. ഡിസിപ്ലിൻ, സോഷ്യൽ കോപ്പറേഷൻ, ടോളറൻസ്, സാക്രിഫൈസ് പഠിപ്പിക്കുന്നുണ്ട്. ക്വാളിറ്റീസ്, ഓണസ്റ്റി, ഫെയർ പ്ലേ, സെൻസ് ഓഫ് റൈറ്റ് ആൻഡ് റോങ് പഠിപ്പിക്കുന്നുണ്ട്.
റെസ്പോൺസിബിൾ സിറ്റിസൺസിനെ ഷേപ്പ് ചെയ്യുന്നുണ്ട്, സോഷ്യലി ആക്സെപ്റ്റബിൾ ബിഹേവിയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോമസ് സോഷ്യൽ ആറ്റിറ്റ്യൂഡ്സ് കുട്ടികളുടെ ഇടയിൽ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹവർ ചില കേസസിൽ എപ്പോഴും ഇങ്ങനെ ഒരു ഐഡിയൽ സോഷ്യൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുന്നതിൽ എഡ്യൂക്കേഷൻ സക്സസ്ഫുൾ ഒന്നുമല്ല. അടുത്തതാണ് കൊറേഷൻ. കൊറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് ഫോഴ്സ് ടു അച്ചീവ് എ ഡിസൈഡ്. നമുക്ക് വേണ്ട കാര്യം നമ്മൾ ഫിസിക്കൽ ഫോഴ്സൊക്കെ ഉപയോഗിച്ച് നേടുക. ഇത് ഫിസിക്കൽ ആവാം അല്ലെങ്കിൽ നോൺ വയലൻ്റ് ആവാം. അൾട്ടിമേറ്റ് മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ ആണ്. മറ്റെല്ലാ മെത്തേഡ്സ്, ഇപ്പോൾ പോലീസൊക്കെ ബലം പ്രയോഗിച്ചെന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ലൈക്ക് കൊറേഷൻ ആണ്. അൾട്ടിമേറ്റ് മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ ആണ്. അപ്പോൾ ഫിസിക്കൽ കൊറേഷന് എക്സാമ്പിൾസ് ആണ് ബോഡ്ലി ഇഞ്ചുറി, ഇംപ്രിസൺമെൻറ്റ്, ഡെത്ത് പെനാൾട്ടി. അപ്പോൾ ഫിസിക്കൽ കൊറേഷൻ എന്ന് പറയുന്നത് ലോവസ്റ്റ് ഫോം ഓഫ് സോഷ്യൽ കൺട്രോൾ ആണ്. സൊസൈറ്റി ജനറലി അത് പ്രിഫർ ചെയ്യാറില്ല, പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. ഒരിക്കലും ഒരു ലാസ്റ്റിംഗ് ബിഹേവിയറൽ ചേഞ്ച് പക്ഷെ ഇത് ഉറപ്പ് തരുന്നില്ല. ഇപ്പോൾ ഒരു സൊസൈറ്റി ഇതിൽ ഒരുപാട് ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ അതിൻ്റെ വീക്ക്നെസ്സിനെയാണ് കാണിക്കുന്നത്. ആ സൊസൈറ്റി എത്രത്തോളം വീക്കാണ് റദർ ദാൻ സ്ട്രെങ്ത്. പക്ഷേ ഇതിൻ്റെ ബെസ്റ്റ് ഫോമിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള സിറ്റിസൺസിനെ കൊണ്ടുവരാനായിട്ട് പറ്റും. ഇനി നോൺ വയലൻറ്റ് കൊറേഷൻ എന്ന് പറയുന്നതാണ് സ്ട്രൈക്സ്, നോൺ കോപ്പറേഷൻ. അതായത് സ്ട്രൈക്ക് ചെയ്യുക, ബോയ്ക്കോട്ട് ചെയ്യുക. അപ്പോൾ ഒരാളെ സപ്പോർട്ട് ചെയ്യില്ല, അവരവരുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നവരെ. കുട്ടികൾ സ്ട്രൈക്ക് ഡിമാൻഡ് ചെയ്യുക ഫോർ എ ചേഞ്ച്, ബോയ്ക്കോട്ട് ചെയ്യുക ഇൻഡിവിജ്വൽസിനെ. നോൺ കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അതോറിറ്റിയും ഇൻഡിവിജ്വൽസും പറയുന്ന കാര്യങ്ങളായിട്ടൊന്നും കോപ്പറേറ്റ് ചെയ്യില്ല. ഇഫക്റ്റീവ് ആൻഡ് പീസ്ഫുൾ മെത്തേഡാണ്. മേജർ എക്സാമ്പിളാണ് മഹാത്മാഗാന്ധിയുടെ നോൺ വയലൻറ്റ് കൊറേഷൻ ആയിരുന്നു ടു അച്ചീവ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. ഇനി ഏജൻസീസ് ഓഫ് സോഷ്യൽ കൺട്രോൾ വേരിയസ് ഏജൻസീസിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഏജൻസീസ് ആണ് ബിഹേവിയറിനെ റെഗുലേറ്റ് ചെയ്യുന്നത്, സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിലൊന്നാണ് ഫാമിലി. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആൻഡ് പ്രൈമറി ഏജൻസി ഓഫ് സോഷ്യൽ കൺട്രോൾ ആണ്. ഫസ്റ്റ് പേഴ്സ് ഓഫ് സോഷ്യലൈസേഷൻ ഫോർ ആൻ ഇൻഡിവിജ്വലാണ്. ഫാമിലിയിൽ വെച്ചിട്ടാണ് ഒരു കുട്ടി വേസ് ഓഫ് ലിവിങ്, എങ്ങനെ ബിഹേവിയർ ചെയ്യണം, കസ്റ്റംസ്, ട്രഡീഷൻസ് ആൻഡ് കൺവെൻഷൻസ് ഒക്കെ പഠിക്കുന്നത്. കുട്ടി അതുപോലെ തന്നെ സോഷ്യൽ നോംസ് ആൻഡ് ലോസിനെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുന്നുണ്ട്. കസ്റ്റംസ്, പോക്വേസ് ആൻഡ് മൂഡ്സിനെ ഫോളോ ചെയ്യാൻ വേണ്ടി പഠിക്കുന്നുണ്ട്. ഫാമിലി ഇൻഫ്ലുവൻസിൻ്റെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ത്രൂ സജഷൻ, പെർsuasion, പ്രൈസ് ആൻഡ് റിവാർഡ്, ബ്ലെയിം ആൻഡ് ക്രിറ്റിസിസം. ഇത് ഇൻഡിവിജ്വലിനെ ഇപ്പോഴത്തെ സോഷ്യൽ ബിഹേവിയറിനെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നൈബർഹുഡ് എന്ന് പറയുന്നത് സിമ്പിൾ ആൻഡ് സ്പെസിഫിക് പാർട്ട് ഓഫ് എ കമ്മ്യൂണിറ്റി ആണ്. ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്ങും ലോക്കൽ യൂണിറ്റി ഒക്കെ ഇത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് കമ്മ്യൂണിറ്റി ഔട്ട്സൈഡ് ദ ഫാമിലി, ഒരു ഇൻഡിവിജ്വൽ ഇൻട്രാക്ട് ചെയ്യുന്ന ഫസ്റ്റ് കമ്മ്യൂണിറ്റി ഔട്ട്സൈഡ് ദ ഫാമിലിയാണ് അത്. നൈബർഹുഡിന് ഡീപ്പ് ഇൻഫ്ലുവൻസ് ഓൺ ഇൻഡിവിജ്വൽസ് ഉണ്ട്. റോൾ ഓഫ് ദ ഫാമിലിയെ റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൽഡർ മെമ്പേഴ്സ് ഓഫ് ദ നൈബർഹുഡ് ആയിരിക്കും ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് നോംസും ട്രഡീഷൻസും ഒക്കെ കൊണ്ടുവരാം. ഇതും സജഷൻസിലൂടെയും പ്രൈസ്, അപ്രൂവൽ, ബ്ലെയിം, റിഡിക്യൂളൊക്കെ നേടുന്നുണ്ട്. ചർച്ച് എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ഫോം ഓഫ് റിലീജിയൻ ആണ്. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഏജൻസി ഓഫ് സോഷ്യൽ കൺട്രോൾ. അപ്പോൾ മുമ്പൊക്കെ ചർച്ചിന് ഒരു ഗ്രേറ്റ് അതോറിറ്റി ആൻഡ് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. അവിടെയുള്ള പള്ളിയിലച്ചന്മാർ അല്ലെങ്കിൽ പ്രീസ്റ്റ് എന്നൊക്കെ പറയുന്ന ഹൈ റെസ്പെക്റ്റ് ആയിരുന്നു. അപ്പോൾ ചർച്ച് അതോറിറ്റി അക്സെപ്റ്റ് ചെയ്തിരുന്നു, ഒബേ ചെയ്തിരുന്നു. ഒരു ബിഹേവിയർ കൺട്രോൾ ചെയ്യാനുള്ള ഒരു അധികാരം അവർക്ക് ഉണ്ടായിരുന്നു. ഈവൻ കിങ്സിനെ വരെ ഡീത്രോൺ ചെയ്യാൻ, അവരെ രാജ്യം നഷ്ടപ്പെടാൻ വരെ ഇവർ ഡിസൊബേ ചെയ്തിരുന്നെങ്കിൽ ഇതിനൊരു കാരണമായിരുന്നു. നെക്സ്റ്റ് അടുത്ത റിലീജിയനാണ്. റിലീജിയനും പവർഫുൾ ഏജൻസിയാണ്. സോഷ്യൽ നോംസിനെ സപ്പോർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ സൂപ്പർ നാച്ചുറൽ സാങ്ഷൻസിനായിരിക്കും. ഫിയർ ഓഫ് ദ ഡിവൈൻ പണിഷ്മെൻറ്റ്, ബിഹേവിയറിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി പോസിറ്റീവ് മീൻസ് യൂസ് ചെയ്യുന്നുണ്ട്. റിവാർഡ്, മോഡൽ ഗൈഡൻസ്, പോസിറ്റീവ് മീൻസ് ഉപയോഗിക്കുന്നുണ്ട് ലൈക്ക് റിവാർഡ് ആൻഡ് മോറൽ ഗൈഡൻസ്. നെഗറ്റീവ് മീൻസ് യൂസ് ചെയ്യുന്നുണ്ട് ഫിയർ, പണിഷ്മെൻറ്റ് ഓർ ഗിൽറ്റ്. ഇത് സ്ട്രെങ്തൻ ചെയ്യുന്നത് പോക്വേസ്, മൂഡ്സ് ആൻഡ് കസ്റ്റംസിയാണ്. സ്കൂളും മേജർ ഫോമൽ ഏജൻസിയാണ്. എഡ്യൂക്കേഷൻ ആൻഡ് ഡിസിപ്ലിൻ, സോഷ്യൽ നോംസ് ആൻഡ് ഡിസിപ്ലിൻ, ഒബീഡിയൻസ് ടു റൂൾസ്, റെസ്പെക്ട് ടു അതോറിറ്റി, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇറ്റ് ഓൾസോ പ്ലേസ് എ കീ റോൾ ഇൻ ഷേപ്പിംഗ് പേഴ്സണാലിറ്റി, ക്രിയേറ്റഡ് ഡിസിപ്ലിൻ ആൻഡ് റെസ്പോൺസിബിൾ സിറ്റിസൺ. ഇവിടെ വെച്ചിട്ടാണ് ഒരു സ്റ്റുഡൻറ്റ് ലേൺ ചെയ്യുന്നത് വാട്ട് ലാസ്റ്റസ് ത്രൂ ഔട്ട് ലൈഫ്. അത് റൂൾസ് ഒബേ ചെയ്യുന്നു, സോഷ്യൽ കൺട്രോൾസ് ഉണ്ട്. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ടു ഫാമിലിയാണ്. ഇമ്പോർട്ടൻറ്റ് ഏജൻസീസ് ഓഫ് സോഷ്യൽ കൺട്രോൾ ആണ്. ഇവിടെ സ്കൂൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ബിഹേവിയറിനെയാണ് ത്രൂ ക്ലാസ് റൂം എൻവയോൺമെൻറ്റ്, പിയർ ഗ്രൂപ്പ് ഇൻട്രാക്ഷൻ ആൻഡ് ടീച്ചേഴ്സ് ആൻഡ് ലീഡേഴ്സ്. ഫ്യൂച്ചർ റോൾ ഇൻ സൊസൈറ്റി ഒരു കുട്ടിയെ മനസ്സിലാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മോഡേൺ ടൈംസിലെ എഡ്യൂക്കേഷൻ കൂടുതൽ പവർഫുൾ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ ആയിട്ടുണ്ട്. ഒരു ഡിസിപ്ലിൻ ദ മൈൻഡ് ഓഫ് ദ സ്റ്റുഡൻ്റ് ആണ് ഇതിൻ്റെ എയിം എന്ന് പറയുന്നത്. ഇപ്പോൾ ലോയിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ലോ പവർഫുൾ മെത്തേഡാണ്. അത് എൻഫോഴ്സ് ചെയ്യാനുള്ളതാണ് പോലീസ്, ആർമി, കോഡ്സ്, പ്രിസൺസ്. ഇപ്പോൾ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ലോസ് ഫ്രെയിം ചെയ്യുന്നുണ്ട് ടു റെഗുലേറ്റ് ദ ലൈഫ്സ് ഓഫ് ദ പീപ്പിൾ. പണിഷ് ചെയ്യുന്നുണ്ട് ആരെങ്കിലും ഇതിനെ എതിർക്കുകയാണെങ്കിൽ. മോസ്റ്റ് സ്പെഷ്യലൈസ്ഡ് ആൻഡ് ഹൈലി ഡെവലപ്ഡ് മെക്കാനിസം ഓഫ് സോഷ്യൽ കൺട്രോൾ ആണ്. ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസിനെ
പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്, ഒഫൻഡേഴ്സിനെ പണിഷ് ചെയ്യുന്നുണ്ട്, ഓർഡർ ആൻഡ് ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, സോഷ്യൽ ബിഹേവിയറിനെ ഗവൺ ചെയ്യുന്നുണ്ട്, സോഷ്യൽ കൺട്രോളിനെ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. വയലേഷൻ ഓഫ് ലോ, ഒരു നിയമത്തിനെ എതിർക്കുക, തെറ്റിക്കുക എന്ന് പറയുന്നത് ഒരു പണിഷബിൾ ഒഫൻസ് ആണ്. അഡ്മിനിസ്ട്രേഷൻ വെരി പവർഫുൾ ആൻഡ് എഫക്റ്റീവ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇവിടെ ലോസ് ആൻഡ് സോഷ്യൽ നോംസ് ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട് ഉറപ്പാക്കുക. ഗവൺമെൻറ് മെഷീനറി ഉണ്ട്, പോലീസ് ആൻഡ് ആംഡ് ഫോഴ്സസ് ഉണ്ട്. ഇനി ആരെങ്കിലും അത് വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ലോ ഉപയോഗിച്ച് നേരിടുന്നുണ്ട്. മെയിൻ്റനൻസ് ഓഫ് ഓർഡർ ഉണ്ട്, ലോ എൻഫോഴ്സിംഗ് അതോറിറ്റിയാണ്. ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻറ്റ് മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ ആണ്. എന്ന് സമൂഹം കൊണ്ട് അന്ന് മുതലുള്ളൊരു കോൺസെപ്റ്റ് തന്നെയാണ്. സോഷ്യൽ പ്രോഗ്രസ്സിനും ഡിവിയൻ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യാനൊക്കെ ഇത് വരുന്നുണ്ട്. ലോ ബ്രേക്കേഴ്സിനെതിരെ ഫോഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പീപ്പിൾ ഹു ഡിസൊബേ സോഷ്യൽ നോംസ്, എല്ലാ സ്റ്റേറ്റിനും പോലീസും ആംഡ് ഫോഴ്സസും ഉണ്ടാവും. ആൻറ്റി സോഷ്യൽ ബിഹേവിയറിനെ എതിർക്കുന്നുണ്ട്. ഒബീഡിയൻസ് ടു സോഷ്യൽ ഓർഡർ ഉണ്ടെന്നുള്ളത് ഇതാക്കുന്നുണ്ട്. പബ്ലിക് ഒപ്പീനിയൻ വിച്ച് വി ഹാവ് ഓൾറെഡി സെഡ്. അനദർ ഈസ് പ്രൊപ്പഗൻഡ. പ്രൊപ്പഗൻഡ എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റ് ടു കൺട്രോൾ പീപ്പിൾസ് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ആക്ഷൻസ്. സജഷൻസും റിപ്പീറ്റഡ് മെസ്സേജിങ്ങും ഒക്കെ വരും. മാസ് കമ്മ്യൂണിക്കേഷൻ വരുന്നതോടുകൂടിയാണ് പ്രൊപ്പഗൻഡ കൂടുതൽ എഫക്റ്റീവ് ആകുന്നത്. ഗവൺമെൻറ്റ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, ഗ്രൂപ്പ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഒപ്പീനിയൻ ഷേപ്പ് ചെയ്യുന്നുണ്ട്, ബിഹേവിയർ ഗൈഡ് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ആൻഡ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് മാസസിനെ. ലാസ്റ്റ് ചാപ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെൻറ്റ്. നാഷണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കോംപ്രിഹെൻസീവ് ആൻഡ് ഓൾറൗണ്ട് കോൺസെപ്റ്റ് ആണ്. ഗ്രോത്ത് ഓഫ് മെറ്റീരിയൽ റിസോഴ്സസ് ആൻഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഹ്യൂമൻ റിസോഴ്സസ് ഓർ മാൻ പവർ ആണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ ഡെവലപ്മെൻറ്റിൽ എക്കണോമിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ, റിലീജിയസ് ആൻഡ് കൾച്ചറൽ വരാം. ട്രൂ നാഷണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ബാലൻസ്ഡ് ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ആണ് ഇൻ ഓൾ ഏരിയാസ്. അപ്പോൾ ഇതിൽ വരുന്നത് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് കപ്പാസിറ്റി ഓഫ് ദ ലേബറേഴ്സ് ടു വർക്ക് യൂസിങ് നാച്ചുറൽ റിസോഴ്സസ് വരുന്നുണ്ട്. ബട്ട് ദിസ് ഈസ് കൺസിഡർഡ് എ നാരോ വ്യൂ ഓഫ് ഡെവലപ്മെൻറ്റ്. ഒരു ബ്രോഡർ സെൻസിൽ നോക്കുകയാണെങ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് കപ്പാസിറ്റി ഓഫ് ഓൾ സിറ്റിസൺസ് ടു വർക്ക് എഫക്റ്റീവ്ലി, പ്രോപ്പർ യൂസ് ഓഫ് ബോത്ത് നാച്ചുറൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് വേണം. നാഷണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഗ്രോത്ത് പ്ലസ് ചേഞ്ച്. ചേഞ്ചും കൂടെ വരണം, ഗ്രോത്തും വരണം, ചേഞ്ചും വരണം. സോഷ്യൽ ചേഞ്ച്, കൾച്ചറൽ ചേഞ്ച്, എക്കണോമിക് ചേഞ്ച്, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഇംപ്രൂവ്മെൻറ്റ്സ് വേണം. അപ്പം നാഷണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ ആസ്പെക്റ്റിലും ഡെവലപ്മെൻറ്റ് വേണം. ഇനി അതിൻ്റെ ആസ്പെക്ട്സ് നോക്കുകയാണെങ്കിൽ ഒരു ഓൾറൗണ്ട് ഡെവലപ്മെൻ്റ് ആണ്. ഫസ്റ്റ് എക്കണോമിക് ഡെവലപ്മെൻ്റ് ആണ്, മേജർ ആൻഡ് എസെൻഷ്യൽ ആണ്. ഓവറോൾ ഗ്രോത്ത് ഓഫ് ദ എക്കണോമി ആണ്. പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഓഫ് ദ ലേബർ ഫോഴ്സ് ആണ്. അതുപോലെ തന്നെ ഫിസിക്കൽ ക്യാപിറ്റൽ ആയിട്ടുള്ള ബിൽഡിങ്സ്, മെഷീൻസ്, ഇൻഫ്രാസ്ട്രക്ചർ, ഇതിൻ്റെയൊക്കെ ഒരു ആകത്തൊക്കെയാണ്. നോളജ് ആൻഡ് സ്കിൽസ് ഓഫ് പീപ്പിൾ ഇൻക്രീസ് ചെയ്യണം. എക്കണോമിക് ഡെവലപ്മെൻറ്റിലൂടെയാണ് ഹയർ പ്രൊഡക്ഷനും ബെറ്റർ എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസും ഇംപ്രൂവ്ഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും വരുന്നത്. അടുത്ത കൾച്ചറൽ ഡെവലപ്മെൻറ്റ്, അനദർ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്. ഡെവലപ്മെൻറ്റ് ആൻഡ് എൻറിച്ച്മെൻറ്റ് ഓഫ് കൾച്ചറൽ ഹെറിറ്റേജ് ആണ്. ട്രഡീഷൻ, കസ്റ്റംസ്, വാല്യൂസ് ആൻഡ് ബിലീഫ്സിനെ പ്രിസർവ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. ആർട്സ്, ലാംഗ്വേജ് ആൻഡ് കൾച്ചറൽ ഐഡൻറ്റിറ്റിയെ കൾച്ചറൽ ഡെവലപ്മെൻറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർമൽ എഡ്യൂക്കേഷനും ട്രഡീഷണൽ കൾച്ചറും തമ്മിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യുക. നാഷണൽ ഐഡൻറ്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി പ്രൊമോട്ട് ചെയ്യുക. സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് എക്കണോമിക് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെൻറ്റ് ആണ്. ഇതിൻ്റെ ഡയറക്റ്റ് ഔട്ട്കം എന്ന് പറയുന്നത് സോഷ്യൽ പ്രോഗ്രസ് ഓഫ് ദ പീപ്പിൾ ആണ്. സോഷ്യൽ ഡെവലപ്മെൻറ്റ് എയിം ചെയ്യുന്നത് സോഷ്യൽ യൂണിഫിക്കേഷൻ ഓഫ് ദി നേഷൻ ആണ്. ഒരു ഹാർമോണിയസ് സൊസൈറ്റിയെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് വേണ്ട കാര്യങ്ങളാണ് ഫെയ്ത്ത് ഇൻ ദ ഫ്യൂച്ചർ ഓഫ് ദ കൺട്രി, ഇക്വാലിറ്റി വേണം, സ്ട്രോങ് ഐഡൻറ്റിഫിക്കേഷൻ വിത്ത് ദ നേഷൻ വേണം, മോറൽ ക്യാരക്ടർ ഇൻ പബ്ലിക് ആൻഡ് ഗവൺമെൻറ് സർവീസസ് വേണം. അടുത്തത് ഡെവലപ്മെൻറ്റ് ഓഫ് ഡെമോക്രാറ്റിക് വാല്യൂസ്. ഡെമോക്രാറ്റിക് വാല്യൂസ് എസെൻഷ്യൽ ആണ്. ഡെമോക്രാറ്റിക് വേ ഓഫ് ലൈഫാണ് ഇന്ത്യയിലുള്ളത്. അതുകൊണ്ട് ഈ വാല്യൂസ് മസ്റ്റ് ബി ഹെൽഡ്. ഇത് ഒരു സൊസൈറ്റിയെ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ബേസ്ഡ് ഓൺ സോഷ്യൽ ജസ്റ്റിസ്, ഇക്വാലിറ്റി, സെക്യുലർ ഔട്ട്ലുക്ക്. ഇതിനു വേണ്ടി ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് വേണം, കൺട്രോൾ ഓവർ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ വേണം, ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് വേണം, ഇൻക്രീസ് ഇൻ നാഷണൽ ഇൻകം വേണം. മോഡേണൈസേഷൻ ഇൻ ഇന്ത്യൻ സൊസൈറ്റി. മോഡേണൈസേഷനും ഒരു കീ ആസ്പെക്റ്റ് ആണ്. സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഉണ്ടാവുക, ഗ്ലോബൽ ഡെവലപ്മെൻറ്റുമായിട്ട് ഒത്തുപോവുക, ന്യൂ ടെക്നോളജി, സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. എ നേഷൻ മസ്റ്റ് മൂവ് ഫോർവേഡ്, മുന്നിലേക്ക് വേണം പോകാൻ വിത്ത് ഗ്ലോബൽ സയൻറ്റിഫിക് പ്രോഗ്രസ്. മോഡേൺ നോളജും ഫോർ ഡെവലപ്മെൻറ്റ് യൂട്ടിലൈസ് ചെയ്യുക. സെക്യുലറിസം സ്ട്രോങ് ഫൗണ്ടേഷൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ എ കൺട്രി വിച്ച് ഹാസ് റിലീജിയസ് ഡൈവേഴ്സിറ്റി, യൂണിറ്റി അമംഗ് ഡിഫറെൻറ്റ് റിലീജിയൻസ്, നാഷണൽ ഇൻ്റഗ്രേഷൻ. ഡിഫറെൻറ്റ് റിലീജിയൻസ് വൺ നേഷൻ എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് പീസ്. ഇൻ്റർനാഷണൽ പീസ് ആൻഡ് കോപ്പറേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ ഫീൽഡിലുള്ള പ്രോഗ്രസ്, മ്യൂച്വൽ കോപ്പറേഷൻ, ഷെയറിംഗ് നോളജ് എസെൻഷ്യൽ. ഗീവ് ആൻഡ് ടേക്ക് എമംഗ് നേഷൻസ് വേണം. ഗ്ലോബൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഹാർമണി വേണം. ഇനി റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ നാഷണൽ ഡെവലപ്മെൻറ്റ് വരികയാണെങ്കിൽ നാഷണൽ ഡെവലപ്മെൻറ്റിന് പോസിബിൾ ആയിട്ടുള്ളൊരു വേ എഡ്യൂക്കേഷൻ ആണ്. കാരണം എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെൻറ്റ് ക്ലോസ്ലി ഇൻ്റർകണക്റ്റഡ്. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ 1964 to 1966 അവർ പറഞ്ഞ എന്താണ്? നാഷണൽ ഡെവലപ്മെൻറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ക്ലിയർ എഡ്യൂക്കേഷൻ പോളിസി വേണം, ബോൾഡ് ആൻഡ് ഇമാജിനേറ്റീവ് പ്ലാനിംഗ് വേണം, സ്ട്രോങ് ഇംപ്ലിമെൻറ്റേഷൻ എഫേർട്സ് വേണം. എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, എഡ്യൂക്കേഷണൽ പ്രോഗ്രസ്സും നാഷണൽ ഡെവലപ്മെൻറ്റ് ദേ ഷുഡ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. ഒരു ഗുഡ് എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ആസ് എ ഫൗണ്ടേഷൻ ഓഫ് ഡെവലപ്മെൻറ്റ്. ചൈനീസ് proverb ഇത് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇഫ് യു പ്ലാൻ ഫോർ 1 year,
സോ ഗ്രേറ്റ്. ഇഫ് യു പ്ലാൻ ഫോർ 10 years, പ്ലാൻ ട്രീസ്. ഇഫ് യു പ്ലാൻ ഫോർ 100 years, എഡ്യൂക്കേറ്റ് പീപ്പിൾ. നിങ്ങളിപ്പോൾ ഒരു വർഷത്തിലേക്ക് മാത്രമാണെങ്കിൽ എന്തെങ്കിലും നട്ടാൽ മതി. 10 വർഷത്തേക്കാണെങ്കിൽ മരങ്ങൾ നടുക. ഒരു 100 വർഷത്തേക്കുള്ള പ്ലാനിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ എഡ്യൂക്കേറ്റ് ചെയ്യുക. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിന് ലോങ് ടേം ഇമ്പാക്റ്റ് ഉണ്ട് ഓൺ നാഷണൽ പ്രോഗ്രസ്. ഇപ്പോൾ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് 2 ലെവലിലാണ്. ഒന്ന് ഫിസിക്കൽ ലെവൽ, economic growth, production of goods, creation of employment opportunities. Human level, development of human resources, improvement of skills, knowledge and attitudes. National policy on education 1986. Valuable national source ആണ് ഒരു മനുഷ്യൻ. നർച്ചർഡ് ആയിരിക്കണം, ഡെവലപ്ഡ് ആയിരിക്കണം, and he must give care. Role of education, it is the most effective instrument for national development. Physical and human resources develop ചെയ്യുന്നുണ്ട്. Skilled and responsible citizens ഉണ്ടാകുന്നുണ്ട്. It also reaches farmers, workers, villagers through formal and non-formal education. പോപ്പുലേഷൻ പ്രോബ്ലം ആൻഡ് എഡ്യൂക്കേഷൻ. നാഷണൽ ഡെവലപ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിലും അധികമായിട്ടുള്ള പോപ്പുലേഷൻ. റാപ്പിഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ ഗ്രോത്ത് ബെനിഫിറ്റ്സ് ഓഫ് ദ ഡെവലപ്മെൻറ്റ് റിഡ്യൂസ് ചെയ്യുന്നു. റിസോഴ്സസ് ആൻഡ് എക്കണോമിയിൽ പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നു. ഗവൺമെൻറ് ഷുഡ് ക്രിയേറ്റ് an awareness about population control. The best way to do this is through education. This leads to the concept of population education, which helps people understand the impact of population growth, family planning and responsible living. പോപ്പുലേഷൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാമാണ്. നമ്മൾ പോപ്പുലേഷൻ ഇഷ്യൂസ് മനസ്സിലാക്കണം. അതിൽ എന്തിൻ്റെയൊക്കെ സ്റ്റഡി വരുന്നുണ്ട്? ഫാമിലി, കമ്മ്യൂണിറ്റി, നേഷൻ, വേൾഡ് പോപ്പുലേഷൻ സിറ്റുവേഷൻ. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് റാഷണൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യുക, റെസ്പോൺസിബിൾ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിഹേവിയർ റിഗാർഡിംഗ് പോപ്പുലേഷൻ ഡെവലപ്പ് ചെയ്യുക. ഇതൊരു ന്യൂ സ്ട്രാറ്റജിയാണ് ഇൻ ദ നാഷണൽ പോപ്പുലേഷൻ പോളിസി. ഫോക്കസ് ചെയ്യുന്നത് ബർത്ത് റേറ്റ് റെഡ്യൂസ് ചെയ്യുക, ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാംസിനെ പ്രൊമോട്ട് ചെയ്യുക, അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക അബൌട്ട് പോപ്പുലേഷൻ problems. Students must understand the population issues clearly. Positive attitude വേണം towards family planning and population control. സ്കൂൾ ലെവലും പോപ്പുലേഷൻ എഡ്യൂക്കേഷൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം കരിക്കുലത്തിൽ. ടീച്ചേഴ്സ് പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്തിരിക്കണം, ഓറിയൻറ്റേഷൻ കിട്ടിയിരിക്കണം. The role of teachers in national development. Teachers nation builders ആണ്. ഫ്യൂച്ചർ മാൻ പവർ ഓഫ് ദ കൺട്രി പ്രിപ്പയർ ചെയ്യുന്നവരാണ്. എല്ലാ പ്രൊഫഷനും അഡ്മിനിസ്ട്രേറ്റേഴ്സ്, എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, പൊളിറ്റീഷ്യൻസ്, സോഷ്യൽ ലീഡേഴ്സ് ഇവരെല്ലാം തന്നെ പ്രൊഡക്ട്സ് ഓഫ് ദി എഡ്യൂക്കേഷൻ സിസ്റ്റം ഗൈഡഡ് ബൈ ദ ടീച്ചേഴ്സ് ആണ്. ടീച്ചറും ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ ആയിരിക്കണം വിത്ത് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. They must contribute to the national development, participate in nation building activities. A teacher must have strong patriotism, commitment to nation above self-interest. They must uphold dignity and honor of the nation. The role of a teacher is to promote national character and consciousness, to become an active participant in the national development programs, supporter of social and national cohesion, promoter of national integration, a true patriot, a dedicated worker for achieving national goals and aspirations. Chapter 12. Education and economic development. Close relationship between education and economic development. Most important factor in education in developing human resources, which are the foundation of national development. Concept of education as economic good. Education എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നോളജ് ആണ്. സോ ദിസ് ഈസ് എ സർവീസ് കൊമോഡിറ്റി. അതും ഒരു പ്രൊഡക്റ്റാണ്, ഒരു ഉൽപ്പന്നമാണ്. ഇവിടെ ഒരു പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് നോളജ്, സ്കിൽസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ആണ് നടക്കുന്നത്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു എക്കണോമിക് ഗുഡാണ്. കാരണം മനുഷ്യൻ്റെ ആവശ്യങ്ങളെയാണത് പൂർത്തീകരിക്കുന്നത്. വാല്യുബിൾ ആൻഡ് സ്കേഴ്സ് ആണ്, വളരെ വിരളമായിട്ടുള്ള ഒന്നാണ്. എക്കണോമിക് ഗുഡ്സ് മെറ്റീരിയൽ ആവാം, നോൺ മെറ്റീരിയൽ ആവാം. എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു നോൺ മെറ്റീരിയൽ എക്കണോമിക് ഗുഡാണ് ബിക്കോസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സർവീസ്. സ്പെഷ്യൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻക്രീസസ് വിത്ത് യൂസ്. It is both the producer's good, helps in production, and consumer's good, provides satisfaction. It's a durable good. പെട്ടെന്ന് നശിച്ചു പോകുന്നൊന്നല്ല. എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റിയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഹ്യൂമൻ ക്യാപിറ്റലാണ്. എഡ്യൂക്കേഷൻ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നില്ലെങ്കിൽ പോലും ഇത് ആസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇറ്റ് ഈസ് ഗുഡ്. കാരണം ഫ്യൂച്ചർ ഏർണിങ്സ് കൂടുന്നുണ്ട്, പ്രൊഡക്ടിവിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽസ് കൂടുന്നുണ്ട്. ആക്റ്റീവ് എക്കണോമിക് ഏജൻസായി മാറാൻ എഡ്യൂക്കേറ്റഡ് ഇൻഡിവിജ്വൽസിന് പറ്റും ബിക്കോസ് ദേ ആർ capable ഓഫ് അക്യുമുലേറ്റിംഗ് ക്യാപിറ്റൽ, വെൽത്ത് അക്വയർ ചെയ്യാൻ പറ്റും, യൂട്ടിലൈസിങ് നാച്ചുറൽ റിസോഴ്സസ് എഫക്റ്റീവ്ലി. സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബിൽഡ് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നാഷണൽ ഡെവലപ്മെൻറ്റും എക്കണോമിക് ഡെവലപ്മെൻറ്റും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒന്നാണ്. റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ആൽഫ്രഡ് മാർഷൽ പറയുന്ന പോലെ ദർ ഇസ് എ സ്ട്രോങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. He emphasizes that skills developed through education increases production. Production increase ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ഗോൾ അല്ല, ബട്ട് ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഫോർ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഏർലിയർ നമ്മൾ ബിലീവ് ചെയ്തിരുന്ന കാര്യം എക്കണോമിക് ഗ്രോത്ത് മെയിനായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിലും ക്യാപിറ്റലാണ്. പക്ഷെ ലേറ്റർ പറയുന്നത് വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറും കൂടിയുണ്ട്. ദാറ്റ്സ് കോൾഡ് റെസിഡ്യുവൽ ഫാക്ടർ. റെസിഡ്യുവൽ ഫാക്ടറിൽ വരുന്നതാണ് എഡ്യൂക്കേഷൻ
science and technology, organization, innovation, entrepreneurial qualities. These factors contribute to the 50% of the economic growth. So education and national prosperity. The aim of economic activity is to satisfy the needs and aspirations of people. Economic growth ആണ് നാഷണൽ പ്രോസ്പെരിറ്റിയിലേക്ക് നയിക്കുന്നത്. എല്ലാ കൺട്രിയും they must prepare development plans to achieve economic goals. Because education plays a key role in achieving these goals by creating trained and skilled manpower. Education as an investment. അപ്പോൾ നമ്മൾ എന്ത് എക്സ്പെൻസ് എഡ്യൂക്കേഷനിൽ കൊടുക്കുകയാണെങ്കിലും അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇൻ ഹ്യൂമൻ ക്യാപിറ്റൽ. കാരണം ഇതൊരു പ്രൊഡക്റ്റീവ് ആണ്. ബിക്കോസ് വി പ്രൊഡ്യൂസ് നോളജബിൾ ആൻഡ് സ്കിൽഡ് സിറ്റിസൺ. ഇവിടെ വർക്കേഴ്സിന് കൂടുതൽ എഫിഷ്യൻ്റ് ആവാൻ പറ്റും, അഡാപ്റ്റബിൾ ആവാൻ പറ്റും, ക്രിയേറ്റീവ് ആവാൻ പറ്റും. ദേ ക്യാൻ പ്രൊഡ്യൂസ് മോർ ആൻഡ് കോൺട്രിബ്യൂട്ട് മോർ ടു ദ എക്കണോമി. സോ എഡ്യൂക്കേഷൻ ഡയറക്ട്ലി കോൺട്രിബ്യൂട്ട്സ് ടു എക്കണോമിക് ഡെവലപ്മെൻറ്റ്. വെരി ക്ലോസ് ആൻഡ് ഇൻ്റർഡിപ്പെൻഡ്. എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് അറ്റ് ഓൾ ലെവൽസിൽ നമുക്ക് ഈ കണക്ഷൻ കാണാനായിട്ട് പറ്റും. എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലൈസേഷനിലോ അർബനൈസേഷനിലോ മാത്രം ലിമിറ്റഡ് ആയിട്ടുള്ള ഒന്നല്ല. ബിക്കോസ് ഇതിന് എന്ത് വേണം? ഒരു മിനിമം ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ആളുകൾക്കും വേണം. അഡൾട്ട് എഡ്യൂക്കേഷനിലൂടെ പോവർട്ടി റിമൂവ് ചെയ്യാൻ പറ്റും, എക്കണോമിക് ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും, കോൺഫിഡൻസ് ഇൻ ഇൻഡിവിജ്വൽസിനെ ബിൽഡ് ചെയ്യാൻ പറ്റും, എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് നാച്ചുറൽ ഫിനോമിന, സ്കിൽ ടു ഡീൽ വിത്ത് പ്രാക്ടിക്കൽ ലൈഫ് സിറ്റുവേഷൻസ്. അപ്പോൾ ഈ ക്യാപ്പബിലിറ്റീസ് ഒക്കെ നമുക്ക് ബേസിക് നോളജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലൂടെ അച്ചീവ് ചെയ്യാൻ പറ്റും. സോ അഡൾട്ട് എഡ്യൂക്കേഷനും ഒരു എസെൻഷ്യൽ കോമ്പണൻറ്റ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻ്റ് ആണ്. പല പ്രോബ്ലംസും ലാക്ക് ഓഫ് അഡൾട്ട് എഡ്യൂക്കേഷൻ കൊണ്ടുവരാം. പല കൺട്രീസിലും ഇൻക്ലൂഡിങ് ഇന്ത്യ അഡൾട്ട് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് അത്ര സഫീഷ്യൻ്റ്ലി പ്രോഗ്രസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പല ഡെവലപ്മെൻറ്റ് സ്കീംസിലും ഫെയിലിയർ ഉണ്ട്. പല വർക്കേഴ്സും ഇല്ലിറ്ററേറ്റഡ് ആണ്, അൺഎഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ ഫാർമേഴ്സിനും എഡ്യൂക്കേഷൻ വേണം. കാരണം മോഡേൺ അഗ്രികൾച്ചറൽ പ്രാക്ടീസസിനെ കുറിച്ച് അവർക്ക് അറിയണം, ന്യൂ ഫാമിംഗ് ടെക്നിക്സ് അറിയണം. എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവരുടെ ട്രഡീഷണൽ മെത്തേഡ്സിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. അവരൊരിക്കലും ഇംപ്രൂവ്ഡ് ടെക്നിക്സിനെ കുറിച്ച് അറിയില്ല. അതുകൊണ്ട് തന്നെ സിമ്പിൾ ആൻഡ് യൂസ്ഫുൾ ലിറ്ററേച്ചറും അഗ്രികൾച്ചറും നമുക്ക് വേണം. മിനിമം എഡ്യൂക്കേഷനും നമുക്ക് വേണം. എല്ലാവർക്കും ഒരു മിനിമം ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ വേണം. അവർക്ക് മെറ്റീരിയൽസിൽ എന്താണ് എഴുതിയിരിക്കുന്നത് വായിക്കാനും മനസ്സിലാക്കാനും പറ്റണം. അതായത് സ്കിൽസും പ്രൊഡക്ടിവിറ്റി ഇൻക്ലൂഡ് ചെയ്യും ഇൻ ഓൾ ഫീൽഡ്സ് ഓഫ് വർക്ക്. റോൾ ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ദ ചിൽഡ്രൻ ഏജ്ഡ് 6 to 14 years കൊടുക്കണം. അപ്പോൾ യൂണിവേഴ്സലി ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് ഇറ്റ് ഈസ് എ കീ കോമ്പണന്റ് ഓഫ് എഡ്യൂക്കേഷൻ പോളിസി ഇമ്പോർട്ടൻറ്റ് ടു എക്കണോമിക് ഡെവലപ്മെൻറ്റ്. കാരണം എല്ലാ കുട്ടികൾക്കും ബേസിക് സ്കിൽസ് വേണം, റൈറ്റ് ആറ്റിറ്റ്യൂഡ് വേണം, ഫ്യൂച്ചർ അപ്ലിക്കേഷൻ ഇൻ ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന നോളജ് അവർക്ക് വേണം. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എക്കണോമിക് ഗ്രോത്തിന് മാത്രമല്ല കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, പ്രൈമറി എഡ്യൂക്കേഷനും സ്ട്രോങ് ഫൗണ്ടേഷനും ഉണ്ട്. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ. പ്രൈമറി എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. റാഷണൽ തിങ്കിങ് എബിലിറ്റിക്ക് വേണ്ടി, വില്ലിംഗ്നെസ് ടു അഡാപ്റ്റ് ന്യൂ സിറ്റുവേഷൻ, ബിയോണ്ട് ബേസിക് സ്കിൽസ്, റീഡിങ് റൈറ്റിംഗ് അർത്ഥമെറ്റിക്കിന് അപ്പുറത്തേക്ക് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡും റാഷണൽ തിങ്കിങ്ങും വേണം. നാഷണൽ ഐഡൻറ്റിറ്റി, ഹ്യൂമൻ സോളിഡാരിറ്റി, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ വേണം. ഇമ്പോർട്ടൻസ് ഓഫ് ടെക്നോളജിയെക്കുറിച്ച് മനസ്സിലാക്കണം, മോഡേൺ ടൂൾസ് ആൻഡ് മെത്തേഡ്സ്. ഇപ്പോൾ ലാക്ക് ഓഫ് പ്രോപ്പർ യൂണിവേഴ്സലൈസേഷൻ ആൻഡ് ക്വാളിറ്റി ഓഫ് പ്രൈമറി എഡ്യൂക്കേഷൻ ആണെങ്കിൽ എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ അതെന്തായാലും ബാധിക്കും. സ്ട്രോങ് പ്രൈമറി എഡ്യൂക്കേഷൻ നാഷണൽ പ്രോഗ്രസ്സിന് ആവശ്യമാണ്. ഇനി റോൾ ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. സെക്കൻഡറി എഡ്യൂക്കേഷനും ക്രൂഷ്യൽ സ്റ്റേജ് ആണ്. 2 മേജർ ഫംഗ്ഷൻ ആണുള്ളത്. സ്റ്റുഡൻസിനെ എക്കണോമിക്കലി പ്രൊഡക്റ്റീവ് ആൻഡ് സെൽഫ് റിലയൻ്റ് ആക്കുക, സ്റ്റുഡൻസിനെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഇതിൻ്റെ ഡ്യുവൽ റൂളിനുള്ള കാരണം എക്കണോമിക് ഡെവലപ്മെൻറ്റും ഇതിനൊരു കൺസേൺ ആണ്. അപ്പോൾ എന്തൊക്കെ പ്രോബ്ലം ആണെന്ന് നോക്കുകയാണെങ്കിൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഇപ്പോഴും അതിൻ്റെ ഗോൾസ് ഒന്നും അച്ചീവ് ചെയ്തിട്ടില്ല. കാരണം കുട്ടികൾ പ്രോപ്പർ ട്രെയിൻഡ് അല്ല ഫോർ എംപ്ലോയ്മെൻറ്റ്, അവർ ഫുള്ളി പ്രിപ്പയർഡ് അല്ല ഫോർ ഹയർ എഡ്യൂക്കേഷൻ. അപ്പോൾ ഇത് എക്കണോമിക് വേസ്റ്റേജിലേക്കാണ് പോകുന്നത്, എക്കണോമിക് ഡെവലപ്മെൻറ്റിലേക്ക്. കാരണം അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് റീഫോമാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ സെക്കൻഡറി എഡ്യൂക്കേഷൻ റീഓറിയൻറ്റ് ചെയ്യണം, റീസ്ട്രക്ചർ ചെയ്യണം. ഇപ്പോൾ ഒരു എയിംലെസ് റഷ് ടു യൂണിവേഴ്സിറ്റീസ് ഒഴിവാക്കണം, സ്കിൽ ബേസ്ഡ് ആയിരിക്കണം, വൊക്കേഷണൽ ട്രെയിനിങ് വേണം, പ്രാക്ടിക്കൽ സ്കിൽസ് ഫോർ എംപ്ലോയബിലിറ്റി വേണം, ഓപ്പർച്യൂണിറ്റീസ് ടു ബിക്കം പ്രൊഡക്റ്റീവ് വർക്കേഴ്സ് ആവണം. ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ വൊക്കേഷണൽ ബേസ് ആവണം. റോൾ ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി സിസ്റ്റമിന് എഡ്യൂക്കേഷൻ പ്രോബ്ലംസ് ഉണ്ട്. ഇൻഎഡ്യൂക്കേറ്റ് പ്ലാനിങ് ആണ്, ലോ റിട്ടേൺ ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ പ്ലാനിങ് അല്ലെങ്കിൽ ന്യൂ ഔട്ട്ലുക്ക് വേണം. കോത്താരി കമ്മീഷൻ പറയുന്നത് നാഷണൽ ഡെവലപ്മെൻറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസിനാണ്. ഇതിൽ വെൽ ഓർഗനൈസ്ഡ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാം വേണം. ഇപ്പോൾ എഡ്യൂക്കേഷൻ പ്രൊഡക്ടിവിറ്റി ആയിട്ട് ലിങ്ക്ഡ് ആയിരിക്കണം. പ്രൊഡക്ടിവിറ്റി ഓറിയൻറ്റഡ് എഡ്യൂക്കേഷൻ വളരെ എസെൻഷ്യൽ ആണ് എന്ന് പറയുന്നുണ്ട്. ഇനി എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ട ഫാക്ടേഴ്സ് പറയുന്നത് എഫക്റ്റീവ് ഇൻസ്ട്രുമെൻറ്റ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻ്റ് ആയിട്ട് എഡ്യൂക്കേഷൻ മാറണം, പ്രോപ്പർ എഡ്യൂക്കേഷൻ പ്ലാനിങ് വേണം. അത് എസെൻഷ്യൽ ആണ് ഫോർ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വേസ് ടു അച്ചീവ് റാപ്പിഡ് എക്കണോമിക് ഗ്രോത്ത്. പ്ലാനിങ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കണം. പിന്നെ മോട്ടിവേഷന് വേണ്ടിയിട്ട് സ്കോളർഷിപ്പും സ്റ്റൈപ്പൻസ് കൊടുക്കാം, റിവാർഡ്സ് കൊടുക്കാം, ലീവ് ഫെസിലിറ്റീസ് ഫോർ ഫ്യൂച്ചർ ട്രെയിനിങ്. അത് എൻകറേജ് ചെയ്യും ടു പെർസ്യൂ ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ഇംപ്രൂവ് സ്കിൽസ്.
പിന്നെ എംപ്ലോയിഡ് പേഴ്സണലിൻ്റെ ട്രെയിനിങ് വേണം. ഫർദർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് കൊടുക്കണം. നോളേജ് മോഡേണൈസ് ചെയ്യണം. സ്കിൽസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യണം. ഹയർ സാലറീസ് കൊടുക്കണം ഫോർ ട്രെയിൻഡ് വർക്കേഴ്സ്. സെമിനാർസ്, വർക്ക്ഷോപ്സ് ആൻഡ് ഈവനിങ് ക്ലാസ്സസ് കൊടുക്കണം. അൺസ്കിൽഡ് വർക്കേഴ്സിനാണെങ്കിൽ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം. ബെറ്റർ വേജസ് കിട്ടണം. റെക്കഗ്നീഷൻ ആൻഡ് റിവാർഡ്സ് കിട്ടണം. ഇതിനെല്ലാം ഇങ്ങനെ എഡ്യൂക്കേഷന് ആ സ്റ്റിഗ്മ ഓഫ് ലേബർ വർക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഡിഗ്നിറ്റി ഓഫ് ലേബർ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. കോമ്പീറ്റൻറ്റ് ടീച്ചറിനും ഒരു സെൻട്രൽ റോൾ ഉണ്ട്. ക്വാളിറ്റി ഓഫ് ടീച്ചിങ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻകോമ്പീറ്റൻറ്റ് ടീച്ചേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യരുത്. ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ പറയുന്നത് ദ ഡെസ്റ്റിനി ഓഫ് ഇന്ത്യ ഇസ് ഷേപ്ഡ് ഇൻ ഹർ ക്ലാസ് റൂംസ്. ടീച്ചേഴ്സ് ഷുഡ് കോൺട്രിബ്യൂട്ട് ടു ഡെവലപ്പ് human resources, improve skills and knowledge of students. Technological education must focus on science and technology, technical knowledge and practical skills. It should help in spreading applied knowledge and preparing people for modern life and work. So the program should promote scientific and technological advancement that lead to economic growth of the country. Now, production-oriented education. Education should be linked with production and productivity. Skilled and competent manpower വേണം. Productivity should be increased. Economic growth should be promoted. It should also enable the individuals to become the earning members of the society that will help to solve the problem of educated unemployment. If this is not done, it results in slow economic process. Work experience, vocationalization of secondary education. വർക്ക് എക്സ്പീരിയൻസും കൺസിഡർ ചെയ്യണം. മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ എഡ്യൂക്കേഷനിൽ മാനുവൽ ആൻഡ് പ്രൊഡക്റ്റീവ് വർക്ക് വേണം. ഇത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തില്ലെങ്കിൽ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽസിനെ അത് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ യൂട്ടിലൈസ് ലേഷ്യർ ടൈം എഫക്റ്റീവ്ലി. വൊക്കേഷണലൈസേഷൻ എന്ന് പറയുന്നത് ജോബ് ഓറിയൻറ്റഡ് സ്കിൽസിനും സെൽഫ് റിലയൻസിനും വേണ്ടിയിട്ടുള്ളതായിരിക്കണം. റിലേറ്റിംഗ് എഡ്യൂക്കേഷൻ ടു മാൻ പവർ നീഡ്സ്. എഡ്യൂക്കേഷൻ പ്ലാൻ ചെയ്യുന്നത് എന്താണ് ഒരു രാജ്യത്തിന് ആവശ്യം, മാൻ പവർ. അതുപോലെ തന്നെ റിസോഴ്സസ് വേസ്റ്റ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. മാക്സിമം പ്രൊഡക്ഷൻ ഉണ്ടാക്കുക. ആൻഡ് ലിങ്ക് എഡ്യൂക്കേഷൻ വിത്ത് എംപ്ലോയ്മെൻറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് സ്കിൽസ് ആണ് നടക്കേണ്ടത്. ഓൾ ലെവൽസ് ഓഫ് എഡ്യൂക്കേഷനും പ്ലാനിങ് വേണം. പ്രോപ്പർ ഡിസൈനിങ് ഓഫ് കോഴ്സസും വേണം. സോ യൂണിറ്റ് 2 ends here. It was a very long chapter.